ജനറേറ്റീവ് AI എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ടെക്നോളജി വിത്ത് ഹ്യൂജ് ഇംപ്ലിക്കേഷൻസ്. ആ ഇംപ്ലിക്കേഷൻസ് റോൾ ഔട്ട് ചെയ്യുമ്പോൾ എന്തൊരു കെയർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ ചിപ്പുകൾ ഡിസൈൻ ചെയ്യുന്നു, ടെക്കിൽ വർക്ക് ചെയ്യുന്നു. ആ ടെക്ക് കൊണ്ട് ലോകത്ത് ഉപകാരപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അത്ര വിസിബിൾ അല്ല. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടാവാം, മോശം കാര്യങ്ങൾക്കും ഇതേ ടെക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നല്ല കാര്യങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അതെന്തല്ല, ഒട്ടും വിസിബിൾ അല്ല. ഏറ്റവും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം എന്നുള്ളത് നമ്മുടെ ഇത്തരത്തിലുള്ള ഹാർഡ് സ്കിൽസ് ആയിരിക്കും. വിൽ നോട്ട് റീപ്ലേസ് പീപ്പിൾ, ബട്ട് പീപ്പിൾ ഹു നോസ് വിൽ റീപ്ലേസ് പീപ്പിൾ. കുട്ടികൾ ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ്, ഇത്രയും പെട്ടെന്ന് പുറത്തെത്തിയിട്ട് അവിടെ സെറ്റിൽ ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുകയും നാട്ടിലെ സിസ്റ്റം ആണോ എന്താണ് അതിന് കാരണമാകുന്നത്? കുട്ടികളോട് പറയാനുള്ളത് കോഗ്നിറ്റീവ് എഫേർട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ മൈൻഡിന് വർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ വിൽ ബിക്കം ഡംപ്. ആൻഡ് ഐ ഫിയർ ഈ ഒക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ടൂൾസ് ഉപയോഗിക്കുന്നതോറും നമ്മൾ കൂടുതൽ ഡംബറായി മാറുമോ എന്നുള്ളൊരു പേടിയും സത്യം പറഞ്ഞാൽ എനിക്കുണ്ട്. ഒരു കൈൻഡ് ഓഫ് ഇന്റലക്ച്വൽ ഒബീസിറ്റി നമുക്ക് വരും. ഇങ്ങനെ ആലോചിച്ചു ഞാൻ IIT പോകുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ സർവൈവ് ചെയ്യുക? നമ്മുടെ ഗ്രോത്ത് എന്നുള്ളത് ഒരിക്കലും ഒരു ലീനിയർ ആയിട്ടുള്ള സംഭവമല്ല, എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള സംഭവം. എന്തായാലും 3 വർഷമായില്ലേ, 1 വർഷം കൂടി. ഇതൊരു ഫാലസിയാണ് ബേസിക്കലി. സ്കില്ല് നമ്മൾ പല രീതിയിൽ അക്വയർ ചെയ്യണം. അപ്പൊ ലേണിംഗ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലേണിംഗ് ഹാപ്പൻ ചെയ്യാൻ പറ്റും. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് വെച്ചു, എന്തുകൊണ്ടാണ് PSC ഇന്ന് നോക്കുന്നത്? ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ. ഇനി നമുക്ക് ഗസ്റ്റ് ആയിട്ടുള്ളത് നമ്മളെ സ്വന്തം അജ്മൽക്കാണ്. അജ്മൽക്ക ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരിട്ട് സംസാരിക്കുന്നത് ഇപ്പോഴാണെങ്കിലും ഞാൻ 2 വർഷം മുമ്പേ നിങ്ങളെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ 1 വർഷം മുമ്പ്, കറക്റ്റ് 1 വർഷം മുമ്പ് ഞങ്ങൾക്കൊരു മെയിൽ അയച്ചിരുന്നു. മെയിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയതിന് ശേഷം ഈ ഡിസൈനിങ് ഒക്കെ നമ്മളിങ്ങനെ പഠിച്ചു വരികയാണ്. ഈ തംബ്നെയിൽ, അതേപോലെ പോസ്റ്റേഴ്സ്, ഇതൊക്കെ ഇങ്ങനെ പഠിച്ചിങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ഇതെങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം എന്നൊരു താല്പര്യം. ഇങ്ങനെ ഇത് പോരാ, ഒന്നുകൂടി തംബ്നെയിൽ ഉഷാറാക്കണം എന്നുള്ളൊരു പൂതിക്ക് ഞാൻ ഒരു 10 ആൾക്കാരെ ഇങ്ങനെ യൂട്യൂബിൽ ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് അവരുടെ വീഡിയോസ് കണ്ടു. അപ്പോൾ തംബ്നെയിൽ ഒന്നും കൂടി മെച്ചപ്പെടുത്തിയിട്ട് ഓൾക്ക് അയച്ചു കൊടുക്കാന്നുള്ളൊരു മൂഡിൽ ഞാൻ ഒരു 10 ആൾക്കാർക്ക് ഇങ്ങനെ അയച്ചു. അപ്പം നിങ്ങൾക്കും അയച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് മെയിൽ ഇങ്ങനെ പിന്നെ റിപ്ലൈ അയക്കാൻ നോക്കും. ഇങ്ങനെ അതിൽ തന്നെ റിപ്ലൈ അയച്ചിട്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ ഫോളോ ചെയ്യും. അതേപോലെ നിങ്ങൾ റിപ്ലൈ ചെയ്തിട്ടില്ല, പക്ഷെങ്കിൽ നിങ്ങൾ റിപ്ലൈ തരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഞങ്ങൾ പിന്നെ അതിൽ അയച്ചു നോക്കും. പിന്നെ അതിന് മുൻപ് ഞാൻ സയൻസ് ഡ്രോപ്പ് ചെയ്ത ആളാണ്. അപ്പോൾ സയൻസ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ ആർട്സ് ഫീൽഡിൽ ഇങ്ങനെ വന്നുകൊണ്ട് എപ്പോഴും ഇങ്ങനെ സയൻസ് ചെയ്യുന്ന ആൾക്കാരെ ഇങ്ങനെ നിരീക്ഷിക്കും. ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങളെ വീഡിയോസ് അങ്ങനെ കാണാം. വെറുതെ ഞാൻ നീറ്റ് കീമൊക്കെ ഇങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്തു. ഞാൻ അതിന് ശേഷം ഹ്യൂമാനിറ്റീസ് അല്ല ഇസ്ലാമിക് സ്റ്റഡീസിലേക്കാണ് പോയത്. ഇസ്ലാമിക് സ്റ്റഡീസ് കഴിഞ്ഞു, ഇപ്പം IR. അപ്പോൾ കീമ്, നീറ്റ്, ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ വെറുതെ ഒരു അപ്ഡേഷൻ. അപ്പോൾ നിങ്ങളെ വീഡിയോസ് ഇങ്ങനെ കാണും, ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ത്വര. പിന്നെ മെഡിക്കൽ ഫീൽഡ് ഭയങ്കര താല്പര്യം. നിങ്ങളാണെങ്കിൽ ഫുള്ള് ഒന്നും കൂടി ജെയിലേക്കാണ് ഓറിയന്റേഷൻ കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കാനായിരിക്കും, അൺലേൺ വിത്ത് അജ്മൽ എന്നുള്ള പേര് എന്തുകൊണ്ടായിരിക്കും? എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് പേര് അജ്മൽസ് ക്ലാസ് റൂം എന്നായിരുന്നു. ഓക്കെ. പിന്നെ അത് ഞാൻ തുടങ്ങാനുള്ള റീസൺ എന്നുള്ളത്, എനിക്കിങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പാഷൻ. ഞാൻ അതിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരു IIT കാലഘട്ടം മുതൽ തന്നെ ഞാൻ വെക്കേഷനൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ പഠിപ്പിക്കും, ട്യൂഷൻ സെൻ്ററിൽ പോയി ക്ലാസ് എടുക്കും, അങ്ങനെ എവിടെയും ക്ലാസ് എടുക്കാൻ വിളിച്ചാൽ പോവും, അങ്ങനെയൊക്കെ ഒരു മൈൻഡിലായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നിങ്ങനെ ഓൺലൈനൊന്നും സജീവമല്ല, ഈവൻ ക്ലാസ്സസൊന്നും അത്ര അധികമല്ല. അപ്പോൾ ഞാൻ അന്നിങ്ങനെ ആലോചിച്ചു നമുക്ക് എന്തുകൊണ്ട് കുറച്ച് ക്ലാസ്സസ് എടുത്തിട്ടുകൂടാ. അപ്പോൾ ഞാൻ അതിന് ഒരു ഐപാഡൊക്കെ വാങ്ങി, കുറേ മുമ്പാണ്. ഐപാഡൊക്കെ വാങ്ങി, പെൻസിലൊക്കെ ഉള്ള, അതൊന്നും അത്ര അധികം ആളുകൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്നിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ക്ലാസ്സസ് യൂട്യൂബിൽ ഇടാൻ തുടങ്ങി. ചില വിഷയങ്ങളിൽ ഫിസിക്സും മാത്സും ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തു, ഒക്കെ ചെയ്യുന്നത് ഞാൻ തന്നെ. അപ്പോൾ അതാണ് അജ്മൽസ് ക്ലാസ് റൂം എന്ന് പറയാനുള്ള ഒരു റീസൺ എന്നുള്ളത്. അപ്പോൾ ആ ക്ലാസ് റൂം എന്നുള്ളത്, അപ്പോൾ നമ്മൾ ക്ലാസ്സസ് എടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ക്ലാസ് റൂം എന്ന് പേര്. സയൻസും ഫിസിക്സും മാത്സും ഒക്കെ ആയിരുന്നു ഞാൻ സാധാരണയായിട്ട് ഞാൻ ക്ലാസ്സസ് ഇങ്ങനെ ഇട്ടിരുന്നത്. ഭയങ്കര റെഗുലർ ഒന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ ഇട്ടിരുന്നു. ഈ ട്രിഗണോമെട്രിയും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയതാണ്. അത്ര ആൾക്കാർ കണ്ടു എന്നൊന്നും ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. പിന്നെയാണ് ആ കോവിഡ് സമയത്ത് ഞാൻ കുറച്ചുകൂടി ഒപ്പീനിയൻസ് പറയാൻ തുടങ്ങിയത്. എസ്പെഷ്യലി നീറ്റ് എക്സാമും മറ്റു സംഭവങ്ങളൊക്കെ വന്നു, അതുമായി ബന്ധപ്പെട്ട ഒപ്പീനിയൻസ് വന്നു. കറണ്ട് വിഷയങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ ആക്ച്വലി ഞാൻ ക്ലാസ്സസ് ആ ചാനലിൽ ഇടുന്നത് സംഭവം അതിങ്ങനെ നിർത്തി. കൂടുതൽ നിങ്ങൾ പറഞ്ഞ പോലത്തെ വിഷയങ്ങൾ, കരിയേഴ്സ് അല്ലെങ്കിൽ സ്കിൽസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നതായി. ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അറ്റ് എ പോയിന്റ് തോന്നി ഈ പേര് ശരിയല്ല. ഞാൻ ക്ലാസ് റൂം എന്ന് ഇടുന്നത് മേ ബി ഇറ്റ്സ് മിസ്ലീഡിങ്. പുറത്തുനിന്നൊരാളെ നോക്കുമ്പോഴും എന്തോ ക്ലാസ്സിന് പഠിപ്പിക്കുക എന്നുള്ളൊരു സംഭവം അല്ലല്ലോ. അപ്പോൾ പിന്നെ എന്ത് പേരിടും എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ്
എനിക്ക് മേ ബി സ്ട്രൈക്ക് ചെയ്തത്, സാധാരണ എല്ലാവരും ലേണിംഗ് എന്നുള്ളത് പറയാറുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ അൺലേണിംഗ് എന്നുള്ളൊരു പ്രോസസ്സിനെ എംബ്രേസ് ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആൻഡ് നമ്മളെ മനസ്സിലുള്ള കുറേ പ്രീ കൺസീവ്ഡ് നോഷൻസ് ഉണ്ട്. പലപ്പോഴും ഞാൻ ചാലഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഭവം അങ്ങനത്തെ കുറേ നോഷൻസിനാണ്. ഇപ്പം അതായത് കേരളം ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഭയങ്കര മുമ്പിലാണ് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, നമ്മുടെ ബാക്കിയുള്ളവരെക്കാളും വളരെ ഉഷാറാണ് എന്നുള്ളത് അപ്പോൾ ആ ഒരു നോഷനെ ഞാൻ പ്രൈമറിലി പലപ്പോഴും ഞാൻ ചാലഞ്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതൊരു ഒരു അൺലേണിംഗ് ഫേസ് ആണ്. അതേപോലെ കരിയറുകളെ സംബന്ധിച്ച് ഒക്കെ ഉള്ള കുറേ ഒരു ട്രഡീഷണൽ പാത്ത് വേ, അതിലൊക്കെ ഉള്ള കുറേ എന്താ പറയുക ഒരു നെറേറ്റീവ്സ്, ആ നെറേറ്റീവ്സിനെ നമ്മൾ ശരിക്കും ചാലഞ്ച് ചെയ്യണം എന്നുള്ളതൊക്കെ അങ്ങനത്തെ തോട്ട്സ് നിന്നാണ് എന്തുകൊണ്ട് അണ്ടേൺ എന്നുള്ള വേറെ വലിയ ഫിലോസഫിക്കൽ. പലപ്പോഴും ഞങ്ങൾ നിങ്ങളെ വീഡിയോസ് കാണുമ്പോൾ അതിൽ കൂടുതലായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് IIT മദ്രാസിൽ 2 UG-യും PG-യും ആയിരുന്നല്ലേ കംപ്ലീറ്റ് ചെയ്തത്? അതെ, ഡുവൽ ഡിഗ്രി. അതിനുശേഷം നിങ്ങൾ ഇന്റലിൽ വർക്ക് ചെയ്തു എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എന്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്തത് എന്നുള്ളത്. അതായത് ചിപ്പിലാണെന്ന് പോലും നമുക്ക് അതുവരെ മനസ്സിലാവും. പക്ഷെ അതിന് ശേഷമുള്ളത് നമുക്ക് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ്. ഞാൻ +2 സയൻസ് എടുത്തു, പക്ഷെ നിങ്ങൾ മെട്രിക്സിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അത്രയോട് മനസ്സിലാകുന്നില്ല. കോംപ്ലക്സ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അപ്പൊ എന്താണ് നിങ്ങളെ ശരിക്കും റോൾ എന്തായിരുന്നു വർക്ക് ചെയ്തിരുന്ന സമയത്ത്? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ ഇന്ന് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസുകളുടെ പിന്നിലുള്ള അതിൻ്റെ ഒരു ബ്രെയിൻ എന്നുള്ളത് ഈ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. അതിൻ്റെ കുറച്ചും കൂടി ഒരു കൂടിയ വേർഷനാണ് നമ്മൾ കാണുന്ന പ്രൊസസ്സറുകൾ, കമ്പ്യൂട്ടറിന്റെ പ്രൊസസ്സറുകളാണ് അതിന്റെ ബ്രെയിൻ. ബേസിക്കലി നമ്മൾ പറയാറുണ്ട് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് എന്നുള്ളത്. ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് ജോബ് എന്നുള്ളത്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറുകളുടെ അതാണ് പറയാറുള്ളത്. വലിയ ഡാറ്റാ സെൻറ്ററുകൾ ഉണ്ടാവും, സെർവറുകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഗൂഗിളോ ആമസോണോ പോലെ നമ്മളൊരു പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടിംഗ് പവർ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. ഹ്യൂജ് ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ അത്തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സിനുള്ള CPUs, അതിനാണ് ഡാറ്റാ സെൻറ്റർ അല്ലെങ്കിൽ സെർവർ CPUs എന്നൊക്കെ പറയാം. ഈ CPUs ഡിസൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് ലെവൽ ജോബ്. AI ആണോ ഇതിൽ കൂടുതൽ വരിക? അതായത് ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു AI ബൂമൊന്നും ഇത്രത്തോളം വന്നിട്ടില്ല. അപ്പോൾ സെർവർ CPUs എന്ത് ചെയ്യണം, ഇത്രയധികം ഡാറ്റ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്. ഈ അടുത്തൊരു പിന്നീടാണ് ഞാൻ എൻ്റെ ഒരു വർക്ക് അതിന് ശേഷം അതിൽ 1-2 സംഭവങ്ങൾ ചെയ്തതിന് ശേഷം GPUs അഥവാ CPUs മാറിയിട്ട് ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്സിലോട്ട് മാറ്റുക. ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CPU-യും GPU-യും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ CPU എന്ന് പറഞ്ഞാൽ ഒരു സീരിയൽ ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഷെഫിനോട് നമ്മൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫിനെ ആലോചിക്കാം. അവരോട് നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞാൽ മൂപ്പര് ലൈക്ക് ക്യൂറേറ്റ് ചെയ്താണ് അത് ഉണ്ടാക്കുക അല്ലേ. ഫസ്റ്റ് പാത്രമൊക്കെ റെഡിയാക്കി വെക്കും, പിന്നെ ഉള്ളി അരണെങ്കിൽ അതിലരിയും, തക്കാളി അതൊക്കെ കൃത്യമായി ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്തിട്ട് അവസാനം ആ ഡിഷ് ഉണ്ടാവും. മേ ബി ആ ഡിഷ് ഉണ്ടാവാൻ നമുക്കൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും, റൈറ്റ്. എന്നാൽ GPUs എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ പാരലി ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആലോചിച്ചു. അവിടെ ഉള്ളി അരിയുന്ന ആൾ ഉള്ളി അരിഞ്ഞുകൊണ്ടേയിരിക്കും, അതേപോലെ പാത്രം കഴുകുന്ന ആൾ പാത്രം കഴുകൊണ്ടേയിരിക്കും, ഇത് അടുപ്പിൽ നിൽക്കുന്ന ആൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും. പാരലായിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവിടെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ GPUs-ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ AI ഈസ് ഹ്യൂജ്ലി എന്താണ് ഡാറ്റ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ, സീരിയലി പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം എടുക്കും, പാരലി പ്രോസസ്സ് ചെയ്യാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി GPUs ഉള്ളത്. പിന്നെ ഞാൻ GPU ഡിസൈനിലോട്ടായി. GPU ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുന്ന് ഇറങ്ങുന്നത്. ഞാൻ ഇപ്പോൾ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ കേട്ടു, ഈ പണ്ട് ന്യൂയോർക്കിൽ ഫുള്ള് കുതിരകളായിരുന്നു സ്ട്രീറ്റിലൊക്കെ. അപ്പോൾ അതിനെ കുറിച്ച് പറയുമ്പോൾ ഈ കുതിരകളോട് അന്ന് ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ എത്ര കാലം ഇവിടെ സ്ട്രീറ്റിൽ ഉണ്ടാവും എന്ന് ചോദിക്കുകയാണെങ്കിൽ കുതിരകൾ പറയുമായിരിക്കും 1000 വർഷം എന്തായാലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, കാരണം 1000 വർഷം മുമ്പ് അവിടെ ഉണ്ട്, എല്ലാ സ്ട്രീറ്റുകളിലും കുതിരകളായിരുന്നു. പക്ഷെങ്കിൽ ഒരു 10-50 വർഷങ്ങൾ കൊണ്ട് തന്നെ ഒരു കുതിരയില്ലാതെ കാറുകളായി മാറിയിട്ടുണ്ട്. എന്നതുപോലെ AI അത്രയും വലിയൊരു ടേക്ക് ഓവർ നടത്തും. അപ്പൊ അതിൽ എല്ലാം ഇല്ലാതാവുകയാണോ ചെയ്യുക? എങ്ങനെയാണ് അത്, അതിന്റെ ഒരു പോസിബിലിറ്റി എങ്ങനെയാണ് ഉണ്ടാകുമ്പോൾ? അതിന്റെ പോസിബിലിറ്റീസ് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. നമുക്കൊരു AI റേയെ നമുക്കൊരു 3 ആക്കി തിരിക്കാൻ പറ്റും. ഒന്ന് ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ്, നമ്മളിപ്പോഴും ഈ റെയിലാണുള്ളത്, ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസിൻ്റെ റെയിലാണുള്ളത്. ഇപ്പോഴും AI സിസ്റ്റംസിന് ചെയ്യാവുന്ന ടാസ്കുകൾ ആക്ച്വലി വളരെ ലിമിറ്റഡ് ആണ്. ഓക്കെ, ചില സ്പെസിഫിക് ഏരിയാസിലുള്ള കാര്യങ്ങളാണ് ഓരോ AI സിസ്റ്റംസും ഇറ്റ്സ് ഡിസൈൻ ഫോർ സർട്ടൻ സ്പെസിഫിക്. ഇപ്പോൾ റേഡിയോളജി ഒരു മെഡിക്കൽ ഇമേജിംഗ് ആണെങ്കിൽ അതിനൊരു AI ഉണ്ടാവും, റൈറ്റിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് ChatGPT പോലത്തെ LLMs ഉണ്ട്, റൈറ്റ്. അങ്ങനെ ഓരോന്നിനും ഓരോ കൈൻഡ് ഓഫ് AI ഉണ്ട്.
നെക്സ്റ്റ് പറയപ്പെടുന്നത് ഒരു AGIയുടെ ഇറ എന്നുള്ളതാണ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് പറഞ്ഞാൽ ഇതിനൊരു പ്രോഗ്രസ് ചെയ്തിട്ട് മേ ബി നിങ്ങളുടെ ഒരു റോബോട്ട് ഉണ്ട്, ഇറ്റ് ഈസ് ഏബിൾ ടു ഡു ഓൾ ദീസ് തിങ്സ്. നമുക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഒരു റോബോട്ട് ഉണ്ടാവുന്ന ഒരു ഇറയായിരിക്കും ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ChatGPT തന്നെ ഒരുപാട് ടാസ്കുകൾ മേ ബി നിങ്ങൾ അതിനോട് കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ അതിന് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ബേസിക്കലി AGI എന്നുള്ളത്. ഓക്കെ, മൂന്നാമത്തത് പറയപ്പെടുന്ന ഒരു ഇറ എന്നുള്ളത് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് ആണ്. അവിടെയാണ് ഈ നമ്മുടെ പഴയ ഒരു ഫിക്ഷണൽ മറ്റേ ടെർമിനേറ്റർ സിനിമകളൊക്കെ പോലത്തെ റോബോട്ടുകൾ വിൽ ടേക്ക് ഓവർ ഹ്യൂമൻ ബീങ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ ഉള്ളത്. ഈ ഇറയിൽ നിന്ന് ഇങ്ങോട്ട് എത്ര സ്പീഡിൽ നമ്മൾ പോവും എന്നുള്ളത്, ഇപ്പം ഇതിൻ്റെ സ്പീഡ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു ANIയിൽ നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ പതിറ്റാണ്ടുകളായി ആക്ച്വലി. ഇതുമായി ബന്ധപ്പെട്ട റിസർച്ചുകളൊക്കെ 1940s മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യപ്പെട്ട ഒരുപാട് റിസർച്ചുകൾ കാര്യങ്ങളുണ്ട്. മേ ബി വി ജസ്റ്റ് റീച്ച് ഹിയർ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ഇറയിലോട്ട് ജനറൽ ഇന്റലിജൻസിലോട്ട് എത്താൻ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ചസ് എത്ര പെട്ടെന്നാവും എന്നുള്ളത് ഇപ്പോൾ ആർക്കും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല. ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മളെ എത്തിക്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മൾ മനുഷ്യരെങ്ങനെയാണ് ഒരു സാധനത്തിനെ കാണുന്നത്, അതേപോലെ പല കൈൻഡ് ഓഫ് ചാലഞ്ചസ് ഉണ്ടാവാം. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ AI എന്ന് പറയുന്ന സംഭവം ഇത് ബേസിക്കലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇറ്റ്സ് ആക്ച്വലി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം AIയോട് ചോദിച്ചാൽ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് ട്രൈങ് ടു, ഇപ്പോൾ ChatGPTയോട് ചോദിച്ചാൽ ചെയ്യാൻ ശ്രമിക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് ട്രൈങ് ടു ഓൾവേസ് ജനറേറ്റ് ദ നെക്സ്റ്റ് വേർഡ്. നമ്മൾ പറഞ്ഞ കാര്യത്തിന്റെ നെക്സ്റ്റ് വേർഡ് പ്രിഡിക്റ്റ് ചെയ്യാനാണ് അത് ശ്രമിക്കുന്നത്. അപ്പൊ അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല എന്ത് ചെയ്യുന്നത് ബേസിക്കലി AI ചിന്തിക്കുന്നത്. അതെന്താ ചിന്തിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു അഞ്ച് വാക്കുള്ളൊരു സെന്റൻസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 വാക്ക് വെച്ചിട്ട് 6ാമത്തെ വാക്ക് എന്തായിരിക്കും എന്ന് പ്രിഡിക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് ശരിക്കും മാത്സും വേർഡ്സും വെച്ചിട്ടുള്ള ഒരു കളിയാണ് ആക്ച്വലി. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ബേസിക്കലി ചിന്തിക്കുന്നത്. ആ ലെവലിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് എന്താണ് അതിനുള്ള റിസർച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ അൽഗോരിതംസ്, അതിന് വേണ്ട റിസോഴ്സസ്, എല്ലാ സംഭവങ്ങളും ദർ ഇസ് എ ഹ്യൂജ് വേ ടു ഗോ. അഗെയിൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ വർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ OpenAI അല്ലെങ്കിൽ മറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ്, നമുക്കറിയില്ല. വി ഡോണ്ട് ഹാവ് ദാറ്റ് ഇൻഫർമേഷൻ, റൈറ്റ്? പക്ഷേ അവിടെ എന്തുണ്ട്, അവിടെ ഇനിയും ഒരുപാട് മുന്നോട്ട് ആക്ച്വലി പോകാനുണ്ട്. എത്തിക്സ് ഒന്നും ഇവർക്ക് ആർക്കും ഒരു കൺസേൺ ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ അടുത്തൊരു ഡിസ്കഷനിൽ ഇങ്ങനെ ഇതിന്റെ ഉപകാരങ്ങൾ ഒരു 10% ആണെങ്കിൽ ഉപദ്രവം എന്ന് പറഞ്ഞാൽ 100% 10 ഫോൾഡ് എക്സ്ട്രാ ആണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്നൊരു ടെൻഷനാണ്, സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വരുന്നൊരു ടെൻഷനായിരിക്കും ഇതിന് എന്ത് ഡാറ്റയാണ് കൊടുക്കുന്നത്, ഡാറ്റക്ക് അനുസരിച്ചാണല്ലോ ഉണ്ടാവുക. അപ്പൊ അത് ഇവര് എല്ലാ തരത്തിലുള്ള സിസ്റ്റമാറ്റിക് ഓപ്പറേഷനിലൊക്കെ ഇത് ഉപയോഗിക്കുമോ ഭാവിയിൽ? പല രാജ്യങ്ങൾക്കും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ കേൾക്കാറുണ്ട്. ഇപ്പോൾ അതുപോലെ സിസ്റ്റം റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സർവൈലൻസ് അല്ലെങ്കിൽ മറ്റു ഉപകാരങ്ങൾക്ക് വേണ്ടിയിട്ട് ചൈനയിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അത് എത്രത്തോളം നമ്മളെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു പുതിയൊരു മരുന്ന് നമ്മൾ പുറത്തേക്ക് റോൾ ഔട്ട് ചെയ്യാൻ വിചാരിക്കുക. അത് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം ലാബ് റാറ്റ്സിൽ ടെസ്റ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് phase 1, phase 2, phase 3 ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ബേസിക്കലി ഇത് ആളുകളുടെ ഇടയിലോട്ട് എത്തുക, അല്ലേ? എന്നാൽ ഒരു AI ജനറേറ്റീവ് AI എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ടെക്നോളജി വിത്ത് ഹ്യൂജ് ഇംപ്ലിക്കേഷൻസ്. ആ ഇംപ്ലിക്കേഷൻസ് റോൾ ഔട്ട് ചെയ്യുമ്പോൾ എന്തൊരു കെയർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? നേരെ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും വിത്തൗട്ട് ദെയർ എന്താ പറയുക, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഏജ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ വാട്ട് എവർ പ്രൊഫഷൻസ് എന്ത് ചെയ്യാണ് നമ്മൾ റോൾ ഔട്ട് ചെയ്യാണ്. ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്താന്നുള്ളത് നമ്മൾ ഇനിയും ശരിക്ക് അറിയാനിരിക്കുന്നേ ഉള്ളൂ. നമുക്കറിയില്ല. വി ആർ ദ ലാബ് റാറ്റ്സ്. നമ്മളാണ് ഇതിലെ ലാബ് റാറ്റ്സ് എന്നുള്ളത്. നമ്മളെ മേലാണ് എന്ത് ചെയ്യുന്നത്? ഇത് ആക്ച്വലി പരീക്ഷിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും മരുന്ന് പോലെ തന്നെയാണ്. കാരണം ഇത് നമ്മളെ സൈക്കോളജിക്കലി എങ്ങനെ എഫക്ട് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ബ്രെയിനിനെ ന്യൂറോളജിക്കലി എങ്ങനെ എഫക്ട് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ ശരിക്കും എന്ത് വേണം, ശരിക്ക് വലിയ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ എത്തിക്സ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചോദ്യപ്പെടുന്നത്. ഇപ്പോൾ ബേസിക്കലി പറഞ്ഞ പോലെ ഡാറ്റയാണ് ഇതിൻ്റെ ഒരു ഡാറ്റ വെച്ചിട്ടാണ് ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. എന്ത് കൈൻഡ് ഓഫ് ഡാറ്റയാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ ഒരു സിഇഒനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്യൂമെ ക്ഷണിച്ചു എന്ന് വിചാരിക്കാം. ഈ റെസ്യൂമെ ക്ഷണിക്കുമ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ലെവലിൽ റെസ്യൂമെ സ്ക്രീനിങ്ങിന് നമ്മളൊരു AI സിസ്റ്റത്തെ നമ്മൾ വെച്ചു. ഓക്കെ, സപ്പോസ് ദർ ആർ white men who applied, black men who applied, there are women who applied. ലോകത്തുള്ള മൊത്തം CEOസിന്റെ ഡാറ്റ എടുത്താൽ അതിൽ വൈറ്റ് മെൻ ആയിരിക്കോ അല്ലെങ്കിൽ ബ്ലാക്ക് മെൻ ആയിരിക്കോ വിമൺ ആയിരിക്കോ കൂടുതൽ? വൈറ്റ് മെൻ ആയിരിക്കും കൂടുതൽ. ഈ ഡാറ്റ വെച്ചിട്ടാണ് ഈ AI സിസ്റ്റം അസസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഇസ് എവറി ചാൻസ് ദാറ്റ് ആ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ ബേസിക്കലി പിന്തള്ളപ്പെട്ടു പോകാൻ എന്തുണ്ട്? ചാൻസ് ഉണ്ട്. ഇത് മൊത്തത്തിൽ
ഇതിപ്പോ ഒരു AI വന്നാലുള്ള ഡാറ്റയിലുള്ള പ്രശ്നമാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ജോലി, നിങ്ങൾ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടു, ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ജോലി നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും. ഇപ്പം ആക്സിഡന്റുകൾ കുറഞ്ഞാൽ നമ്മൾ ചിന്തിക്കൂലല്ലോ, ഇപ്പോൾ ഡോക്ടർമാരുടെ ആവശ്യം ഉണ്ടാവില്ല, ഇപ്പോൾ ഇൻഷുറൻസിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ ഇതിന്റെ വൈഡ് റേഞ്ച് അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ആവശ്യം ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുന്നത് കേട്ടു. ഇത് എത്രത്തോളമാണ് ഇതിന്റെ ഒരു റേഞ്ച്, ജോലി നഷ്ടപ്പെടുക? അത് ഓരോ ഏരിയയിലും ഇപ്പോൾ ഓരോ പോലെ ആയിരിക്കും, അതിൽ വരുന്ന ടെക്നോളജീസ് ഒക്കെ അനുസരിച്ച്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും ഹ്യൂജ് ഇംപ്ലിക്കേഷൻ ഞാൻ കാണുന്നത്. ഒരൊറ്റ പ്രൊഫഷൻ എടുത്ത് പറയാന്നുള്ളതിനപ്പുറം എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ദ വേൾഡ് വിൽ മൂവ് മോർ ടുവേർഡ്സ് എ ഗിഗ് എക്കണോമി എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, നമ്മളിപ്പോൾ എപ്പോഴും ഒരു മലയാളി പാരൻസിന്റെ ഒക്കെ ഒരു ആകുലത എന്താ വെച്ചാൽ, നമുക്കൊരു സർക്കാർ ജോലി കിട്ടിയിരുന്നെങ്കിൽ, ലൈക്ക് ആരും നമ്മളൊരു 9 to 5 ഒരു ജോബ്, അതിൻ്റെ ഒരു സെക്യൂരിറ്റി, ഈ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ബേസിക്കലി ഉള്ള ഒരു കൺസേൺ എന്നുള്ളത്. എന്നാൽ ഇനി അങ്ങോട്ട് നമുക്ക് അത്തരത്തിലുള്ള ജോബുകളല്ല ബേസിക്കലി ആവശ്യമായിട്ട് വരിക. വി വിൽ നീഡ് എക്സ്പേർട്സ് ഫോർ സർട്ടൻ തിങ്സ്. കുറച്ച് ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ചെയ്യാൻ എക്സ്പേർട്സിനെ വേണ്ടി വരും. ആ എക്സ്പേർട്സിനെ മേ ബി ഒരു വെബ് പോർട്ടൽ വഴി ദേ വിൽ ഹയർ ദ എക്സ്പേർട്ട്. ഇപ്പം ഒരു ചിപ്പ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ദീസ് എക്സ്പേർട്സ് ഫോർ ദീസ് മച്ച് ടൈം, റൈറ്റ്? ആ ടൈമിൻ്റെ ഉള്ളിൽ ആ വർക്ക് തീർക്കുന്ന ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ബേസിക്കലി വേണ്ടി വരിക. ആ ഒരു ഫോമിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിലോട്ട് എന്ത് ചെയ്യും, ഹയറിംഗ് കൾച്ചർ മൂവ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു ട്രെൻഡിങ് ഡയറക്ഷൻ എന്നുള്ളത്. ഇപ്പൊ തന്നെ അത് വളരെ വിസിബിൾ ആണ്. പല കമ്പനീസും കോൺട്രാക്ടേഴ്സ് ആയിട്ട് ആളുകൾ എടുക്കുന്നു. ഈ ഫ്രീലാൻസ് വർക്ക് എന്നുള്ളത് ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ രീതിയിലുള്ള എല്ലാ ബെനിഫിറ്റ്സും കൊടുത്തുകൊണ്ട് ഒരു എംപ്ലോയിനെ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ നേർച്ചർ ചെയ്ത് കൊണ്ടുവരണം. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ AI ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ AI ഒക്കെ ഉപയോഗിക്കാൻ പ്രാപ്തരായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് മേ ബി ഫോർ എ ഷോർട്ട് ടൈം ഒരു പ്രൊജക്ട് ബേസിൽ ഹയർ ചെയ്യാന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് വരുമോ എന്നുള്ളത്. ഈ സ്കിൽ നമ്മൾ പറയുമ്പോൾ പൊതുവെ കുട്ടികൾ മനസ്സിലാക്കുക, ഈ കോളേജുകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് വേഴ്സസ് സ്കിൽസ് എന്നുള്ളൊരു ബൈനറി ഇങ്ങനെ കാണുന്നുണ്ട്. അതായത് സ്കില്ലാണോ വേണ്ടത് അല്ലെങ്കിൽ കോളേജിലാണോ പോകേണ്ടത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് കുട്ടികൾ. നമ്മളോട് ചോദിക്കാൻ പറ്റുമെന്ന് ചോദിക്കേണ്ട ചോദ്യം. അതായത് ഈ സ്കിൽ എന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മേ ബി വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനം. അതായത് അതെ. അപ്പൊ ഒരു സോഫ്റ്റ്വെയർ ഡിപ്ലോമ, ഒരു അല്ലെങ്കിൽ മേ ബി ഒരു സംഭവം AI ഒരു സ്കില്ല്, അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് സ്കിൽ, ഒരു സർട്ടിഫിക്കേഷൻ. ആക്ച്വലി AI ഏറ്റവും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം എന്നുള്ളത് നമ്മുടെ ഇത്തരത്തിലുള്ള ഹാർഡ് സ്കിൽസ് ആയിരിക്കും. അതായത് ഒരു കോഡിങ്, ഇപ്പൊ കോപൈലറ്റോ അല്ലെങ്കിൽ ക്ലോഡോ നമ്മളെക്കാളും നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ പെട്ടെന്ന് കോഡ് ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മളിപ്പോ കാണുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഡാലിയോ അല്ലെങ്കിൽ സോറയോ ഒക്കെ ഇമേജസ് VO3 അടിപൊളിയായിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊരു പ്യൂർലി ഹ്യൂമൻ സ്കിൽസ് ആയിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഭയങ്കര സംഭവമായിട്ട് നമ്മൾ വിചാരിച്ച സംഭവങ്ങൾ അതൊക്കെ ആർട്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി AI ആസ് ഓഫ് നൗ ഇറീപ്ലേസബിൾ ആയിട്ടുള്ള സംഭവം എന്നുള്ളത് ഹ്യൂമൻ കണക്ഷൻസ്, അതേപോലെ തന്നെ എംപതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹ്യൂമൻ സ്കിൽസ് ആണ്, റൈറ്റ്? അതേപോലെ ഇത്തരം ഹ്യൂമൻ സ്കിൽസ് നമ്മൾ എവിടുന്ന അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് നമ്മൾ എവിടുന്ന ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്കിൽസ് എന്നുള്ളത് നമ്മൾ ഏതെങ്കിലും സ്കിൽസ് ഏൺ ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. വൺ ഓഫ് ദ വേസ് നമ്മൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ചേരുക എന്നുള്ളതാണ്, റൈറ്റ്? ഇപ്പം ഞാൻ എൻ്റെ കമ്പനിയിൽ ഹയർ ചെയ്യുമ്പോൾ ഞാൻ നോക്കാറുള്ളൊരു സംഭവം, ഞാൻ ശ്രദ്ധിക്കാറുള്ളൊരു സംഭവം, എന്തെങ്കിലും ഡിഗ്രി ഉണ്ടോ എന്ന് നോക്കും. അതെന്തിനാണെന്നറിയോ? അപ്പോൾ ആ ഡിഗ്രി കൊണ്ട് അയാൾ എന്തെങ്കിലും BSc കെമിസ്ട്രിയോ ഫിസിക്സ് എന്തെങ്കിലും പഠിച്ചോന്ന് അറിയാനല്ല. നേരെ മറിച്ച് അറ്റ്ലീസ്റ്റ് ഹി ഹാസ് സർവൈവ്ഡ് 3 years, ഹി ഹാസ് ഗ്രൈൻഡഡ് 3 years. ആ ഒരു 3 വർഷം ചെയ്തിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഹി ഈസ് പേഷ്യന്റ് ഇനഫ് ടു ഡു ദാറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. ഈ സ്കില്ല് അതേപോലെ തന്നെ നമുക്ക് എവിടുന്ന ഈ സ്കിൽസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വേണം. അതാണ് ഞാൻ എപ്പോഴും കുട്ടികളെ പുഷ് ചെയ്യുന്നത്. നിങ്ങൾ നല്ല സ്ഥലത്ത് പോവുക, ഏറ്റവും നല്ല സ്ഥലത്ത് പോവുക. ഇറ്റ് ഡസന്റ് മാറ്റർ വാട്ട് ഡിഗ്രി. നിങ്ങളൊരു ജനറലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ വളരെ നീഷ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് വിചാരിക്കുക, റൈറ്റ്? ഇറ്റ് ഡസന്റ് മാറ്റർ വാട്ട് ഡിഗ്രി യു ഡു, ബട്ട് ഇറ്റ് മാറ്റേഴ്സ് വേർ യു ഗോ. ഇപ്പൊ നിങ്ങളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ജാമ്യ മില്ലയിൽ പോയി, നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പൊ കേരളത്തിൽ UG ചെയ്തൊരു അനുഭവം ആയിരിക്കില്ല നിങ്ങൾക്ക് ജാമ്യ മില്ലയിലുണ്ടാ, ശരിയല്ലേ? നിങ്ങളുടെ ചുറ്റും സറൗണ്ടഡ് ആയിട്ട് വേറൊരു റേഞ്ചിലുള്ള ആൾക്കാരുണ്ടാവും, വേറെ റേഞ്ച് ഓഫ് ഈവൻസ് ഉണ്ടാവും, വേറൊരു കൾച്ചറിലോട്ട് നിങ്ങൾ പോവാണ്, നാട് തന്നെ വേറെയാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ IIT പോകുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ സർവൈവ് ചെയ്യുക? കാരണം ഞാൻ അതുവരെ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. 5 കൊല്ലം അവിടെ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പച്ചരിച്ചോറും സാമ്പാറും തിന്നാന്നുള്ളത്
നമുക്ക് ആലോചിക്കാൻ, ഒരു മലപ്പുറത്തുകാരനെ സംബന്ധിച്ചിടത്തോളം മീനില്ലാതൊരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആലോചിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ചിക്കൻ ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ശരിയല്ലേ? അപ്പോ പക്ഷെ എന്ത് ചെയ്താൽ നമ്മൾ സർവൈവ് ചെയ്തെന്നുള്ളത് എന്താണ്, വലിയ സ്കില്ലാണ്. അത് നമ്മളെ റെസ്യൂമേൽ ആഡ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഇറ്റ് ഷോസ് അവർ എന്താണ്, ഒരു കറേജ് അല്ലെങ്കിൽ നമ്മളെ ഒരു അഡാപ്റ്റബിലിറ്റി എന്നുള്ള ഷോ ഉണ്ട്. എന്നാൽ ഒരു 6 മാസം പോലും അങ്ങനത്തെ ഒരു സ്ഥലത്ത് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവര് പിന്നെ ഹയർ ചെയ്യാനൊരു പണി, ഹയർ ചെയ്യാന്നുള്ളത് ഒരു പണിയായിരിക്കും. ഹയർ ചെയ്യാന്നുള്ളത് അയാൾക്ക് എവിടെയും സർവൈവ് ചെയ്യാന്നുള്ളത് എന്തായിരിക്കും, സ്കില്ല് എന്നാലും അക്വയർ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. പക്ഷെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഇങ്ങനെയുള്ള എൻവിറോൺമെന്റിലേക്ക് പോകുന്നത്. അല്ല, സ്കില്ല് നമ്മൾ പല രീതിയിൽ അക്വയർ ചെയ്യണം. അപ്പൊ ലേണിംഗ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലേണിംഗ് ഹാപ്പൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൺലൈൻ കോഴ്സസ് ചെയ്യണം, നമ്മൾ എന്താ പറയാ, നമ്മൾ ഇത്തരത്തിലുള്ള കൊഹോർട്സിന്റെ ഭാഗമാവണം. ഇപ്പൊ ഗിറ്റ് ഹബ്ബ് അല്ലെങ്കിൽ സ്റ്റാക്ക് ഓവർഫ്ലോ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ, ഗൂഗിളിന്റെ കാഗിൾ പോലത്തെ കമ്മ്യൂണിറ്റീസിന്റെ ഡാറ്റാ സയൻസിന് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇത്തരം കമ്മ്യൂണിറ്റീസിന്റെ ഭാഗമായിരിക്കണം. ഇത്തരത്തിലുള്ള നെറ്റ്വർക്കിംഗ് ഈവന്റുകളിൽ നമ്മൾ പങ്കെടുക്കണം. അപ്പോൾ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് കോളേജ്. ബിക്കോസ് കോളേജ് അവിടുത്തെ ഡിഗ്രിയിൽ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിലപ്പുറം ഇറ്റ് ആഡ്സ് എ ലോട്ട് ഓഫ് സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളതാണ് ഇഫ് റൈറ്റ്ലി യൂസ്ഡ്. അപ്പോൾ അത് നമ്മൾ നല്ല സ്ഥലത്ത് പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇതിനോട്ടൊക്കെയുള്ള ഈ നെറ്റ്വർക്കിങ്ങിലോട്ടുള്ള ആക്സസ് കൂടും. നമ്മൾ കൂടുതൽ ആളുകൾ, ഇപ്പോൾ നിങ്ങൾ ജാമ്യ മില്ലിയിൽ പോയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയൊരു സർക്കിൾ ഉണ്ടാവും. ആ ഒരു സർക്കിൾ നിങ്ങൾക്ക് ഒരിക്കലും വീട്ടിലിരുന്നൊരു ഓൺലൈൻ കോഴ്സ് ചെയ്താൽ കിട്ടില്ല. പക്ഷെ വീട്ടിലിരുന്നൊരു സ്റ്റാൻഫോർഡിൽ ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്താൽ കിട്ടുന്ന വിവരം ചിലപ്പോൾ ജാമ്യ മില്ലിയിൽ പോലെ ഒരു കോഴ്സിനും കിട്ടിക്കോണമെന്നില്ല. സോ ദർ ആർ എന്താ പറയാ, അതിന്റെ 2 കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനൊരു ബൈനറി ആയിട്ട് കാണുന്നിടത്താണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളത്. ഇതിൽ നമ്മൾ ഇപ്പോൾ ഒരു സ്കില്ല് അക്വയർ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇന്ന് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവില്ല. ഇപ്പോൾ ഒരു മനുഷ്യന് ഇന്ന രീതിയിൽ ലേൺ ചെയ്യാന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് പറഞ്ഞാൽ എല്ലാം അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയും. ഇപ്പോൾ ഏത് രീതിയിലേക്ക് പോയാലും അവിടെ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എന്താണോ എടുക്കാൻ പറ്റുന്നത് എന്നുള്ളതൊരു സ്കില്ലാണ്. ഇപ്പോൾ ഇരിക്കാൻ പറ്റുക എന്നുള്ളതൊരു സ്കില്ലാണല്ലോ. പലപ്പോഴും പല ആൾക്കാർക്കും പ്രശ്നം ഇരിക്കാൻ പറ്റുന്നില്ല, പഠിക്കാനിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്കില്ല് ലേൺ ചെയ്യാൻ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഒരു സ്കില്ല് ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇങ്ങനെ പലപ്പോഴും കേൾക്കാറുണ്ട്. AI ആയിക്കോട്ടെ, എന്തും പഠിക്കാനൊരു ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇങ്ങനെ കേൾക്കും. എല്ലാം പഠിക്കണ്ട, അപ്പോൾ ഇറങ്ങുന്ന സ്കില്ലുകൾ അപ്പോൾ അക്വയർ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലൊരു സ്കില്ല് എന്ന് പറയും. അതിലെന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ലോകത്ത് നമുക്കൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ലൈക്ക് ഏറ്റവും നമ്മൾ ഇർറീപ്ലേസബിൾ ആയിട്ട് മാറുന്നത് നമുക്ക് 2 സ്കിൽസ് ഉണ്ടാകുമ്പോഴാണ്. ആ 2 സ്കിൽസ് ഏതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ നമ്മൾ ഒരിക്കലും അൺഎംപ്ലോയിഡ് ആവില്ല. ഇത് അൽമനാക് ഓഫ് നേവൽ രവികാന്ത് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രീ PDF നിങ്ങൾക്ക് ജനറേറ്റ്. നേവൽ രവികാന്ത് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു ബോയ് US ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു സർവൈവ് ഒക്കെ ചെയ്ത് ഒരു വലിയൊരു ഇൻവെസ്റ്ററായി മാറിയ ഒരാളാണ്. വളരെ അതിന്റെ ആ പുസ്തകത്തിന്റെ ഫസ്റ്റ് പാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം. സെക്കൻഡ് പാർട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതാണ്. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം 2 സ്കിൽസ്, അത് വളരെ സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ സ്കില്ല് എന്നുള്ളത് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ള സ്കില്ലാണ്. യു ഹാവ് ടു എന്താ പറയാ, ബിൽഡിങ് എ പ്രൊഡക്റ്റ് അവർ ബിൽഡിങ് സംതിങ്. അതൊരു കമ്മ്യൂണിറ്റി ആവാം, ഒരു സർവീസ് ആവാം, ഒരു പ്രൊഡക്റ്റ് ആവാം, റൈറ്റ്? അത് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എൻ അമേസിങ് സ്കിൽ. രണ്ടാമത്തത് നമ്മൾ ബിൽഡ് ചെയ്ത സാധനം സെല്ല് ചെയ്യുക എന്നുള്ള സ്കില്ലാണ്. ഇത് രണ്ടും ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും വേറെ ഒന്നിനും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത സ്കിൽസ്. അതേപോലെ നമ്മളെ ഓൾവേസ് എംപ്ലോയബിൾ ആക്കുന്ന സ്കിൽസ് എന്നുള്ളത്. ഞാൻ എപ്പോഴും ക്യൂരിയസ് ആവും, നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ എല്ലാവരുടെയും ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരു വലിയ ജോബിലെത്തുക, അവിടെ നിന്ന് ഒരു വലിയ പേയ്മെന്റ് വാങ്ങുക, എന്നിട്ട് ഇങ്ങനെ സെറ്റിൽ ആയിട്ട് ഇങ്ങനെ പോകാന്നുള്ളത്. ഞാൻ എപ്പോഴും ആലോചിക്കും, നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുക, ഓണ്ടർപ്രണർഷിപ്പിലേക്കും ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷനിലേക്കൊക്കെ ഇറങ്ങുക എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ഇന്ത്യയിൽ പോലുള്ള ഒരു പൊസിഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് റിസ്കുകളുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക്, സ്റ്റാർട്ടപ്പിലേക്ക്, നിങ്ങളൊരു ഫൗണ്ടർ ആവുന്ന രീതിയിലേക്ക് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങാനുള്ളൊരു, എങ്ങനെയാണ് ആ റിസ്ക് നിങ്ങൾ എടുക്കാനുള്ള തീരുമാനിച്ചത്? ഇത് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നമ്മുടെ ലൈഫിൽ, ഇപ്പോൾ നമ്മുടെ ലൈഫിന് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമുക്കിപ്പോൾ ആദ്യം നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ തോന്നുന്നു എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയിട്ട് ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് നമുക്ക് തോന്നും. ഭയങ്കര ആഗ്രഹമായിരിക്കും. ജോലി കിട്ടി കഴിഞ്ഞ ഒരു കൊല്ലം കോർപ്പറേറ്റ് വർക്ക് ചെയ്യുമ്പോൾ തോന്നുന്നു എങ്ങനെയെങ്കിലും കോളേജിൽ പോയാൽ മതി എന്ന് നമുക്ക് തിരിച്ചു തോന്നും. അതിൽ ഓരോ ലൈഫിലും എന്തുണ്ട്, ഓരോ ഫേസ് ഉണ്ട്. പിന്നെ നമ്മൾ മേ ബി ഒരു കല്യാണം കഴിച്ച് മേ ബി കുട്ടികളാകുന്ന, വൈഫാവുന്ന കുട്ടികളാകുന്ന സമയത്ത് നമ്മുടെ തോട്ട്സ് എങ്ങനെ നമുക്ക് അവരുടെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാമെന്നുള്ളതായിരിക്കാം. എൻ്റെ എപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് എത്രത്തോളം നമുക്ക് ഇമ്പാക്റ്റ് വിസിബിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു നെക്സ്റ്റ് ജനറേഷൻ ചിപ്പുകൾ ഡിസൈൻ ചെയ്യുന്നു, ടെക്കിൽ വർക്ക് ചെയ്യുന്നു. ആ ടെക്ക് കൊണ്ട് ലോകത്ത് ഉപകാരപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അത്ര വിസിബിൾ അല്ല.
നമ്മുടെ ടെക്ക് ആരൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വിസിബിൾ അല്ല. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടാവാം, മോശം കാര്യങ്ങൾക്കും ഇതേ ടെക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നല്ല കാര്യങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അതെന്തല്ല, ഒട്ടും വിസിബിൾ അല്ല നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത്. പക്ഷെ അപ്പുറത്ത് ഞാനിപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് വീഡിയോസ് ഇട്ട് XNY തുടങ്ങി, അതിനൊരു പാർട്ട് ടൈം കൈൻഡ് ഓഫ് ഹോബി പ്രൊജക്റ്റായി തുടങ്ങി. ഞങ്ങളൊരു 10 സ്റ്റുഡൻസിൽ നിന്ന് ഒരു 50 സ്റ്റുഡൻസിലോട്ട് എത്തി. അതൊരു 150 ആളായി, 400 ആളായി, 1500 ആളായി, ഒരു 2000 ആളായപ്പോൾ എനിക്ക് തോന്നി ആൻഡ് ദർ ആർ അപ്പുറത്തൊരു 150 സ്റ്റാഫ്. ഓക്കെ, ഒരു 150 സ്റ്റാഫ് XNY ലേണിങ്ങിലുണ്ട്. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു മേക്ക് എ ഹ്യൂജ് ഇമ്പാക്ട്. ആൻഡ് ദാറ്റ് ഇമ്പാക്ട് വിൽ ബി മൾട്ടിഫോൾഡ് ഇഫ് ഐ സ്റ്റെപ്പ് ഇൻ ഫുൾ ടൈം. ഇതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു തോട്ട് പ്രോസസ് എന്നുള്ളത്. നമ്മളൊരു ഫുൾ ടൈം സ്റ്റെപ്പ് ഇൻ ചെയ്താൽ ദർ ഈസ് സം കൈൻഡ് ഓഫ് ഇമ്പാക്ട് ദാറ്റ് വി ആർ ഗോയിങ് ടു മേക്ക് വിൽ ലാസ്റ്റ് ജനറേഷൻ. ഇതിൽ പാഷനും നമ്മുടെ സക്സസും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ചില ആളുകൾ പറയും നമ്മുടെ പാഷനാണ് നമ്മളെ വർക്കാക്കിയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷൻ ആക്കി എടുക്കേണ്ടതെന്ന് പറയും. പക്ഷെ നേരെ മറിച്ചിട്ട് നമ്മൾ സക്സസ് ആയാൽ അത് നമ്മുടെ പാഷനായിട്ട് മാറുമെന്ന് പറയുന്നവരുണ്ട്. നമ്മൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ, ഒരു ഏരിയയിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് പാഷനായിട്ട് മാറും, നമ്മൾ അതിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് നമ്മൾ പാഷനെ ഫോളോ ചെയ്യാണോ വേണ്ടത്? പ്യുവർലി ഒരുപാട് ആൾക്കാർ പറയുന്നത് അതാണ്. നമുക്ക് എന്താണോ ഉറക്കത്തിന് എണീച്ചിട്ട് എന്താണ് ചെയ്യാൻ തോന്നുന്നത് അതാണ് നമ്മൾ പാഷനായിട്ട് എടുക്കണമെന്ന് പൊതുവെ പറയാറുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നണേല്? ഇപ്പൊ രാത്രി ഒരു 12 മണിക്ക് ഞങ്ങൾ വിളിച്ചോണ്ടി ഒരു ട്രിപ്പിന് പോകാൻ ഞങ്ങൾ റെഡിയാവും. ബിക്കോസ് ദാറ്റ്സ് അവർ പാഷൻ. നമ്മളെ രാത്രി നമുക്ക് ഇഷ്ടമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ രാത്രി ചിലപ്പോൾ നിന്നൊരു മന്തി കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ റെഡിയാവും. പക്ഷെ അതിനെ നമുക്കൊരു കരിയർ ആക്കാൻ പറ്റുമോ? പറ്റിക്കോണമെന്നില്ല. പറ്റുന്ന ആൾക്കാർ വളരെ കുറച്ചായിരിക്കും, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒരു ഫുഡ് ബ്ലോഗേഴ്സിനോ ട്രാവൽ ബ്ലോഗേഴ്സിനൊക്കെ ആയിരിക്കും. എനിക്ക് പറയാനുള്ളതാണ്, നമുക്ക് എല്ലാ പാഷനെയും അറ്റ് ഫസ്റ്റ് സൈറ്റ് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിടിച്ചെന്താക്കാൻ പറ്റൂല, നമുക്ക് കരിയർ ആക്കാൻ പറ്റിക്കോണമെന്നില്ല. റൈറ്റ്? അതിന് നമ്മൾ എന്ത് വേണം? നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ വർക്ക് ചെയ്ത് ദർ ഇസ് സംതിങ് കോൾഡ് കോമ്പൗണ്ടിങ് ഇൻ അവർ ലൈഫ്. നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അറ്റ് സർട്ടൻ പോയിന്റ് ഓഫ് ടൈം ഇതിങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് വരും. നമ്മുടെ ഗ്രോത്ത് എന്നുള്ളത് ഒരിക്കലും ഒരു ലീനിയർ ആയിട്ടുള്ള സംഭവമല്ല, എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള സംഭവം. ഈ എക്സ്പൊണൻഷ്യൽ മാത്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എക്സ്പൊണൻഷ്യൽ കർവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് സ്ലോലി. ആ സ്റ്റാർട്ട് സ്ലോലി ആകുമ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യും, ഇപ്പൊ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ ഇത് മുന്നോട്ട് പോകില്ല എന്നുള്ളത് നമ്മൾ നിർത്തും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് 2 വീഡിയോ ഇടുമ്പോൾ ആരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നിർത്തും. റൈറ്റ്? അല്ലെങ്കിൽ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് സംതിങ് ഷുഡ് ഗോ വൈറൽ, നമ്മൾ പോലും അറിയാത്ത എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു വൈറാലിറ്റി വരും. പക്ഷേ ഈ വൈറാലിറ്റി എന്നുള്ളത് പോലും ആരും മനസ്സിലാക്കാത്തൊരു സംഭവം എന്ന് വെച്ചാൽ, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 10 വീഡിയോസോ 12 വീഡിയോസോ ഇടുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒന്ന് വൈറൽ ആവുക എന്നുള്ളതാണ് പല ആൾക്കാർക്കും മനസ്സിലാവാത്തത്. ഇതേപോലെ തന്നെയാണ് പല ആൾക്കാർക്കും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ആവാതെ പറ്റാത്തത്? അവർ ചിലപ്പോൾ പാഷനേറ്റ് ആയിരിക്കും, പക്ഷെ ആ 2 അറ്റംപ്റ്റ് കഴിഞ്ഞാൽ ഇതാരും കാണുന്നില്ല, ഇതിന് ഒരു വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് അവർ അവിടെ നിർത്തും. കോണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾ എങ്ങനെയാണ് അതിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ എങ്ങനെ തോന്നിയത്? ഞാൻ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി. അപ്പൊ നിങ്ങളെ ഫോണിലെടുത്ത വീഡിയോ എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഞങ്ങൾക്ക് ആ ഒരു പൊതുവെ ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു കൺഫ്യൂഷൻ, ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ പറ്റുമോ, ഞാനിപ്പോ ഇത് ആൾക്കാരെ നമ്മൾ അറിയുന്നവരൊക്കെ ഇത് കാണുമല്ലോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് എവിടെ നിന്നാണ് നിങ്ങൾ ഓവർകം ചെയ്യാൻ, എങ്ങനെയാണ് പറ്റിയത് നിങ്ങൾക്ക്? അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, നമ്മളെ ഫസ്റ്റ് ഞാൻ ക്ലാസ്സസ് ഇടുക എന്നുള്ളൊരു സംഭവത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വെറുതെ 1-2 വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്തിടും, ആരും കാണുന്നില്ല. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, പിന്നീട് ഞാൻ നീറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ ആരും നമ്മൾ വീഡിയോ ഒക്കെ ഫസ്റ്റ് ചെയ്യുന്ന നമ്മളെ ഫ്രണ്ട്സ് മറ്റൊക്കെ അയച്ചു കൊടുക്കും. അപ്പൊ എന്നും ഒരു 50 ആളിൽ 100 ആളിരിക്കും ഇത് കാണുക. കുറച്ച് കഴിഞ്ഞ് അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ ഓരും കാണാതോ, ഇയാൾ എന്നും ഇത് അയക്കുന്നത് പറഞ്ഞിട്ട്. പിന്നെ ഒരു ദിവസം ഞാൻ നീറ്റുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടു. പിറ്റേത് രാവിലെ നോക്കിയപ്പോൾ 2000 ആൾക്കാർ ഒറ്റയടി കണ്ടിട്ടുണ്ട്. അപ്പൊ ദെൻ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ്. ഞാൻ പറഞ്ഞ ഈ കോമ്പൗണ്ടിങ് എന്നുള്ള ഇപ്പൊ ഈ പാഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവം, അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക എന്ത്, ഹൗ ദിസ് ഈസ് വർക്കിംഗ്, ഇതെന്ത് ഇത്ര ആൾക്കാർ കാണാൻ കാരണം, ഞാൻ അയച്ചു കൊടുക്കാൻ അല്ലാത്തൊരു ഓഡിയൻസിനോട് എത്താൻ കാരണം എന്താ? അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ദിസ് ഹാസ് സം റെലവൻസ്, ഇത് താല്പര്യമുള്ളത്, കേൾക്കാൻ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ആ കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങും. ഞാനിങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന പെട്ടെന്ന് എക്സ്പെരിമെന്റ് ചെയ്യും. എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ വീഡിയോസ് ഒക്കെ പലതും ഞാൻ തന്നെയാണ്, ഭൂരിഭാഗം എണ്ണവും ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യാറുള്ളത്. ഐ ഡോണ്ട് വാണ്ട് എനിവൺ എൽസ്. അതിന്റെ ടെക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് പലതും ചെയ്യാറുള്ളത്. ആൻഡ് ഐ വാണ്ട് ടു ഡു തിങ്സ് അറ്റ് പേസ്. അതാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് അല്ല. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ശരിയായി അത് വേണം, ഇത് വേണം, ഒരു റീൽ അങ്ങനെ വേണം, ഇങ്ങനെ അതൊക്കെ ആലോചിക്കുന്നുണ്ടാവും, ഹുക്സും കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ട് ഇന്നൊരാൾ ലൈറ്റും ഒരു ക്യാമറയും വെച്ച് വന്നിട്ട് ഇതിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ടേ എനിക്കില്ല. ബിക്കോസ് കണ്ടന്റ് ക്രിയേഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം ടൈമിങ് ഈസ് എവറിത്തിങ്. നമ്മൾ ആ കൃത്യമായിട്ടുള്ള ടൈമിൽ ഒരാൾക്ക് ഇപ്പൊ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഇന്ന് നീറ്റ് റിസൾട്ട് എന്തെങ്കിലും ഇന്ന് ഇടണം,
അത് 2 ദിവസം കഴിഞ്ഞിട്ടിട്ട് ആരും കാണാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ദാറ്റ് വിൽ ബിക്കം ഡൈല്യൂട്ടഡ്, അതിൻ്റെ വ്യൂവർഷിപ്പ് വിൽ ബി ഡൈല്യൂട്ടഡ്. ഇന്ന് പോകേണ്ട സാധനം ഇന്ന് പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആളുകൾ കാണുള്ളൂ. റൈറ്റ്? ആ ഒരു പേസിലാണ് ഞാൻ എപ്പോഴും കണ്ടന്റ് ക്രിയേഷനെ ഞാൻ കണ്ടിട്ടുള്ളത്. പെട്ടെന്ന് ചെയ്യണം. ഇഫ് ഇറ്റ്സ് ഫെയിലിംഗ്, ലെറ്റ്സ് ഫെയിൽ ഫാസ്റ്റ്. നമുക്ക് പെട്ടെന്ന് ഫെയിൽ ആവാം, സോ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് ലേണിങ്സ് കിട്ടും. എന്തായിരിക്കും ഹുക്ക്? ഞാൻ ഡാറ്റ കാര്യമായിട്ട് നോക്കുന്ന ആളാണ്. ഏത് വീഡിയോയിലാണ് കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്, ഏത് വീഡിയോയിലാണ് കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയത്, ഏത് വീഡിയോസിലാണ് കൂടുതൽ സേവ്സ് വന്നത്, ഈ സേവ്സ് ആണോ ഫോളോവേഴ്സ് ആണോ, എന്താണ് ഇത് വൈറാലിറ്റിയുടെ മാനദണ്ഡമായിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ള സംഭവങ്ങൾ നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. അത് ആലോചിച്ച് നമുക്കത് ഇത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട്, എന്താ പറയുക, കുറേ ടൈം എടുത്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. റൈറ്റ്? അപ്പോൾ ഇനി കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള എന്ത് കാര്യവും നമ്മൾ, അതാണ് പറഞ്ഞത്, ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. ഈ സ്കില്ല് എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. ഈ സ്കില്ല് എന്നുള്ളത് നമുക്ക്, എന്താ പറയുക, നമ്മൾ കുറേ എക്സ്പെരിമെൻറ്റേഷനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും കോഴ്സ് കണ്ട് മാത്രം ഇങ്ങനെ സ്കില്ല് അക്വയർ ചെയ്യാൻ പറ്റില്ല. ഈ സ്കില്ല് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഈ ഫെയിൽ ഫാസ്റ്റ്, വി ഹാവ് ടു എക്സ്പെരിമെൻറ്റ്, വി ഹാവ് ടു ഡു തിങ്സ്, വി ഹാവ് ടു ഡു ഹാൻഡ്സ് ഓൺ. നമുക്ക് ഈ ഒരു സ്കില്ല് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടീമിന് വേണ്ടി ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വി ഹാവ് ടു ക്രിയേറ്റ് ദ MVP. നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. XML എന്ന് പറഞ്ഞ സംഭവം തുടങ്ങുന്ന സമയത്ത് കോവിഡ് സമയത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കാം. അപ്പം അത്രയും കാലം ഞാൻ ഈ ഒരു, എന്താ പറയുക, സ്ക്രീൻ റെക്കോർഡിംഗ് വീഡിയോസ് മാത്രം ഇട്ടിട്ടുള്ളത്, എന്നെ ആരും കണ്ടിട്ടില്ല. ഓക്കെ, ഓഡിയോ മാത്രം. അപ്പോൾ അടുത്ത ആലോചിച്ചത് എന്നെ കണ്ടിട്ടുള്ള വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനന്ന് കോവിഡ് സമയമാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ക്യാമറ സെറ്റപ്പോ അല്ലെങ്കിൽ ഹോളി ലാൻഡിൻ്റെ മൈക്കോ അല്ലെങ്കിൽ റോഡിൻ്റെ മൈക്രോഫോണോ സംഭവങ്ങളൊന്നും ഇല്ല, ലൈറ്റ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ എനിക്കൊരു ഐപാഡ് ഉണ്ട്, ഒരു ഫോണുണ്ട്, ഞാൻ രണ്ടിനും റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഫോണിൽ എന്നെ റെക്കോർഡ് ചെയ്യും ഇത്. അപ്പോഴാണ് ഒരു ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണത് കേട്ടു. അപ്പോൾ എൻ്റെ ഉപ്പ ഡോക്ടറാണ്. അപ്പോൾ എൻ്റെ കൺസൾട്ടേഷൻ റൂമിൽ അവിടെ പുതപ്പായിട്ടിട്ടുള്ള പച്ച തുണി അതെടുത്ത് ബാക്കിലിട്ടിട്ട് കൈൻ മാസ്റ്ററിലിട്ടിട്ട് ഇത് മാസ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്തു. നോക്കുമ്പോൾ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 സാധനങ്ങളുടെ സൗണ്ട് എങ്ങനെ സിങ്ക് ചെയ്യണം, ഐപാഡിൽ റെക്കോർഡ് ആവുന്നുണ്ട്, ഫോണിൽ റെക്കോർഡ് ആവുന്നുണ്ട്. ഈ സൗണ്ട് എങ്ങനെ സിങ്ക് ചെയ്യണം, ഞാനാണ് കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്? അപ്പോൾ അത് ഞാൻ സിങ്ക് ചെയ്യാനുള്ള വഴികൾ എന്ത് ചെയ്ത് ഞാൻ കണ്ടെത്തി, ഞാൻ തന്നെ എഡിറ്റ് ചെയ്തു, ഞാൻ തന്നെ ഇട്ടു. XML തുടങ്ങുന്നത് അങ്ങനെ ഒരു 1 man ആർമി ആയിട്ടാണ്. യൂട്യൂബ് തന്നെയാണ് ഫസ്റ്റ് യൂട്യൂബ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂട്യൂബ് ഇസ് ദ ബെസ്റ്റ് എക്സ്പെരിമെന്റേഷൻ പ്ലേസ്. നിങ്ങൾക്ക് എന്ത് ആപ്പ്, ഒരു വീഡിയോ ബേസ്ഡ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആപ്പ് നിങ്ങൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു ആപ്പൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ യു ഷുഡ് പുട്ട് ഇൻ യൂട്യൂബ് ആൻഡ് സീ വെദർ ദാറ്റ് വർക്ക്സ്. ആൾക്കാർക്ക് താല്പര്യമുണ്ടോ, ആൾക്കാർക്ക് ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. പിന്നെന്ത് ചെയ്തു, പിന്നെ ആ വീഡിയോസ് ഇപ്പോൾ ഞാൻ മാത്രം ക്രിയേറ്റ് ചെയ്താൽ പോരാ, കൂടുതൽ വിഷയങ്ങൾ വേണം. അപ്പോൾ ബാക്കിയുള്ളവർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, ബാക്കിയുള്ളവർ വരാൻ തുടങ്ങി. അപ്പോൾ ഒരു എഡിറ്റർ ആവശ്യം വന്നു. ഇത് അങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യണത്. അല്ലാതെ നമ്മൾ ഫുള്ളൊരു ടീം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കണ്ടന്റ് ക്രിയേറ്റർ ആവട്ടെ, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് വാങ്ങിയിട്ട് നമ്മളൊരു ഓഫീസൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളവിടെ CEO ആയിട്ട് കയറി ഇരുന്നിട്ട് നമുക്കിത് ചെയ്യാം എന്നുള്ളതല്ല. ഇതിന്റെ ബിഗിനിങ്ങിൽ നമ്മൾ പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ നമുക്ക് പോഡ്കാസ്റ്റിനെ കുറിച്ച് കേട്ടറിവുള്ളൂ. പോഡ്കാസ്റ്റ് നമ്മൾ കേൾക്കും, ഇതെങ്ങനെ നടക്കുന്നത്, ചെയ്യുന്നത്, റെക്കോർഡിംഗ് ഒന്നും അറിയില്ലായിരുന്നു. നമുക്കിത് ചെയ്യണമെന്ന് മാത്രം ഒരു ആഗ്രഹം. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ, ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ഞങ്ങൾക്ക് തരാമെന്ന് ഒരു ഓഫർ വന്ന സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പൊസിഷൻ വന്നത്. ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പോയി നോക്കുമ്പോൾ ഒരു പണിയില്ല, ഇത് സിമ്പിളായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു, നമുക്കൊന്ന് ജസ്റ്റ് ഒരു ദിവസം ഇരുന്നാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ട്രൈ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഈ IIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നതാണോ, അതല്ല നിങ്ങൾ IIT പോയതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു എക്സ്പോഷർ എന്ന് പറയുമല്ലോ നമ്മൾ പൊതുവെ? ഇപ്പോൾ ജാമിയ മില്ലിയ പോലത്തെ ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു എക്സ്പോഷർ ആയിരിക്കില്ല IIT പോലെയുള്ള അല്ലെങ്കിൽ NIT പോലെയുള്ള സ്ഥാപനങ്ങളൊന്നും കിട്ടുന്നത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അതിനെ, ആ ഒരു IIT എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തതെന്ന്? ഈ ട്രൈ ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് പണ്ട് മുതലേ സംഭവിച്ച് ഇൻഗ്രെയിൻ ടു മൈ പേഴ്സണാലിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി IIT അതിനെ കുറച്ച് ആക്സലറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ടെക്നിക്കൽ നോളജും ഇപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു ഐഡിയയും IIT നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്നുള്ളത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു എക്സ്പോഷറാണ്. നമ്മൾ കാണുന്നത് ഒരു വെറൈറ്റി ഓഫ് ആളുകളെ, അതിൽ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് നിന്ന് വരുന്ന ആളുകളുണ്ട്, ഈവൺ വിദേശത്ത് നിന്ന് വരുന്ന ആളുകളുണ്ട്, ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പ്രൊഫസേഴ്സ് ഉണ്ട്. നമുക്ക് വളരെ ലുനാറ്റിക് ആയി തോന്നുന്ന ആൾക്കാരുണ്ട്, വളരെ കൺസർവേറ്റീവ് ആയി തോന്നുന്ന ആൾക്കാരുണ്ട്, പല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടല്ലോ, അത് വലിയ ഒരു കാര്യമാണ് ലൈഫിൽ. നമ്മളിങ്ങനെ ഒരു പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ നമ്മൾ നിൽക്കുന്നതിന് പകരം നമ്മുടെ ചുറ്റും എന്തുണ്ട്, ഒരുപാട് ആൾക്കാർ വിത്ത് ഡിഫറെൻറ്റ് ഐഡിയാസ്, വിത്ത് ഡിഫറെൻറ്റ് അംബീഷൻസ്. അപ്പം നമുക്ക് തോന്നുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നമുക്കും കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. ഈ ചെയ്യാണ്ടെന്നുള്ള തോന്നൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ട്രയൽസിലോട്ട് നമ്മളെത്തിക്കും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈ IIT-കളിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു പേപ്പർ ഇങ്ങനെ വായിച്ചു, അതായത് ഈ സോഷ്യൽ സയൻസ് ഡിഗ്രികൾ, ഈ HSS കോഴ്സുകൾ IIT-കളിൽ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ ഐസറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ലാസ്റ്റ് ഐസർ ഭോപ്പാലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു.
ലിബറൽ ആർട്സ്. അപ്പൊ ഇത് ഇന്ത്യൻ എക്കണമി ഇത് ആവശ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണോ? എങ്ങനെയാണിത് IIT-കളിൽ ഇതിങ്ങനെ? നമ്മൾ ഒരിക്കലും, ഞാനൊരു +2 ഡിഗ്രി കഴിയുന്നത് വരെ എനിക്കൊരു ഐഡിയ ഇല്ല അവിടെ HSS കോഴ്സുകൾ വരും, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കോഴ്സുകൾ ഉണ്ട്. IIT ഗാന്ധിനഗറിൽ, IIT മദ്രാസിലുണ്ട്. അപ്പോൾ ഇവിടൊക്കെ എങ്ങനെ ഇത് വന്നത്, എങ്ങനെയാണ്? നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഒരു ഈ ഐഡിയ? സുപ്രീം കോടതിന്റെ ഒരു മാൻഡേറ്റ് ഉണ്ട് ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലൊക്കെ ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾ പഠിപ്പിക്കണം എന്നുള്ളത്. പല ഓരോ സിലബസിലാണോ അതോ വേറെ തന്നെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യണം? അതായത് ആക്ച്വലി ഇപ്പോൾ IIT മദ്രാസിലൊക്കെ MA എക്കണോമിക്സും ഡെവലപ്മെന്റ് സ്റ്റഡീസും ഒക്കെ മുമ്പുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് ഡയറക്റ്റ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം നിർത്തലാക്കി PG മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ചെക്കാണ്. മുമ്പ് HSC എന്ന് പറഞ്ഞ ഒരു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആസ് എൻ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് IITസിന്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് കോഴ്സ് വർക്കിലുള്ള ഒരു ഡിഫറൻഷിയേഷൻ ഓർ ഒരു ഇലക്റ്റീവ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുത്താൽ നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മാത്രം പഠിച്ചോളം നിർബന്ധമില്ല. ദർ ബി സെറ്റ് ഓഫ് കോഴ്സസ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതിൽ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ കമ്മ്യൂണിക്കേഷനിലോട്ട് പോകണോ, അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റത്തിലോട്ട് പോകണോ, പവർ ഇലക്ട്രോണിക്സിലോട്ട് പോകണോ, VLSI ഡിസൈനിലോട്ട് പോകണോ, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യണോ, നമുക്ക് ചെയ്യാൻ എന്തുണ്ട്, ഇലക്റ്റീവ് കോഴ്സസ് ഉണ്ട്. അതേപോലെ മൈനർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് മാനേജ്മെന്റിൽ പോയിട്ട് നമുക്ക് കുറച്ച് കോഴ്സ് ചെയ്യാം. അതേപോലെ ഹ്യൂമാനിറ്റീസിൽ ചെന്നിട്ട് 3 കോഴ്സസ് ചെയ്ത് നിർബന്ധമാണ്. ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റിൽ BTechന്റെ ഭാഗമായിട്ട് 3 കോഴ്സസ് ചെയ്ത് നിർബന്ധമാണ്. ഞാൻ ഫ്രഞ്ചാണ് പഠിച്ചിട്ടുള്ളത്. ഫ്രഞ്ച് 2 കോഴ്സ് ഫ്രഞ്ചും, ഒരു കോഴ്സ് യൂറോപ്യൻ യൂണിയനെ കുറിച്ച്, ഒരു യൂറോപ്യൻ ലേഡിന്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, അവർ യൂറോപ്യൻ യൂണിയനെ കുറിച്ചുള്ള. അതേപോലെ ഇലക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ ഡിപ്പാർട്ട്മെന്റ്സിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലാസ്സസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ന്യൂറോ സയൻസ്, ഇതൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ്. അപ്പം ബയോടെക്നോളജിയിലൊക്കെ പോയിട്ട്, ബയോളജിക്കൽ സയൻസിലൊക്കെ പോയിട്ട് ഞാൻ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ പഠിച്ചതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഒരു 50% ഓഫ് ദ കോഴ്സസ് ആർ ഇലക്റ്റീവ്സ്. ഇത് വേറൊരു പെർസ്പെക്റ്റീവാണ്. നമുക്ക് കൂടുതൽ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാനും കൂടുതൽ ഏരിയാസ് പരിചയപ്പെടാനും ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന ആളുകൾ ഒരു റോബോട്ടിനെ പോലെ ഇതിങ്ങനെ പഠിക്കുക, എങ്ങനെ റെസ്പോൺസിബിലിറ്റി ഇല്ല, സോഷ്യൽ, ഇങ്ങനെ ഒരു കൾച്ചർ നമ്മളെ മൈൻഡിലുണ്ട്. പക്ഷെങ്കിൽ അതിനെ തിരുത്തുന്നതായിട്ട് ഈ എഞ്ചിനീയർ ആയിട്ടുള്ള ആളുകൾക്ക് ഇതിനേക്കാൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫീൽ ഉള്ളിലുണ്ടാവും. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. അത് ഒരു കൈൻഡ് ഓഫ് ഒരു മിസ്കൺസെപ്ഷൻ ആണ്. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആളുകൾ, അത് എഞ്ചിനീയേഴ്സിലും ഡോക്ടേഴ്സിലും ഈവൻ സോഷ്യൽ സയൻസ് പഠിച്ചവരിലൊക്കെ എന്തുണ്ടാവും, ഒരു സെറ്റ് ഉണ്ടാവും. രണ്ടാമത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തീരെ ഇല്ലാത്ത ആളുകൾ നമ്മുടെ ചുറ്റുമുള്ള ഒരു കാര്യത്തെക്കുറിച്ചും തീരെ അവെയർ അല്ലാത്ത ഒരു ജനറേഷൻ ഉണ്ടാവും. റൈറ്റ്? ആ ഒരു ജനറേഷൻ മീൻസ് ഒരു മൊത്തം ജനറേഷൻ അല്ല, ദർ വിൽ ബി സെറ്റ് ഓഫ് പീപ്പിൾ നോട്ട് അവെയർ ഓഫ് എനിത്തിങ്. റൈറ്റ്? അങ്ങനത്തെ ആളുകളാണ് പൊതുവെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആളുകളായിട്ട് മാറുന്നത്. ഒരു ജോബ് ലാൻഡ് ചെയ്യണം, പോകണം, അത്രേ ഉള്ളൂ. അതെ, ഒരു ജോബ് ലാൻഡ് ചെയ്യണമെന്ന് പോലും അങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ചെയ്യണം, കുറച്ച് വൈബ് വേണം, കുറച്ച് ഇതാവണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ ഒരു വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു എൻജോയ്മെന്റ് തോട്ട് പ്രോസസ്സ് പോകുന്ന ഒരുപാട്. ഇപ്പോൾ ഒരു ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ, IIT പോലുള്ള ഒരു സ്ഥാപനത്തിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തുമ്പോൾ, ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് അവിടെ ഫീൽ ചെയ്യുന്നത്? എന്തെങ്കിലും അനുഭവങ്ങളോ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് അവിടെ എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ എൻകൗണ്ടർ ചെയ്യും? പ്രത്യേകിച്ച് ഈ അടുത്ത് ഇങ്ങനെ കേട്ടു, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പ്രാഥമികമായിട്ടുള്ള നമസ്കാരം പോലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ തന്നെ സ്പേസുകളില്ലാതെ, അല്ലെങ്കിൽ അതിന് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ പ്രഷർ, ഇതൊക്കെ കൂടുതലാണെന്ന് ഇങ്ങനെ കേട്ടു ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. നിങ്ങളൊരു മുസ്ലിം എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെയാണ് ഈ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? എനിക്ക് IIT മദ്രാസിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവമാണ് അതിലുണ്ടായിട്ടുള്ളത്. ദർ വിൽ ബി ചാലഞ്ചസ്. അത് എനിക്ക് തോന്നുന്നത് ഒരു എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടേതായിട്ടുള്ളൊരു സെറ്റ് ഓഫ് ചാലഞ്ചസ് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ചാലഞ്ചസിനെ നമ്മൾ കൗണ്ടർ ചെയ്യും വേണം. പക്ഷേ IIT മദ്രാസിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം എന്നുള്ളത് വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള, എസ്പെഷ്യലി മദ്രാസ് എന്നുള്ള ഒരു സ്ഥലം ആസ് സച്ച് ഈസ് എ വെരി ഇൻക്ലൂസീവ് പ്ലേസ്. എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന, കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള, കുറച്ച് കൺസർവേറ്റീവ് ഇൻ ദ സെൻസ് എല്ലാ കാര്യങ്ങളും കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള, എന്നാൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക്, വളരെ സ്നേഹമുള്ള ഒരുപാട് ആളുകളുള്ള ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക്. ബാംഗ്ലൂരും ചെന്നൈയൊക്കെ ജീവിക്കുമ്പോൾ ഐ ഓൾവേസ് പ്രിഫർ ചെന്നൈ. ബാംഗ്ലൂരിൽ ജീവിച്ചിട്ടുണ്ട്. ബെറ്റർ ക്ലൈമറ്റ് ആണ് ബാംഗ്ലൂർ, ബട്ട് ബെറ്റർ പീപ്പിളാണ് ചെന്നൈ എന്നുള്ളത് എനിക്കൊരു ബയസ് അവരുടെ ടുവേർഡ്സ് ഉണ്ട്. IIT മദ്രാസിലാണെങ്കിൽ പോലും ഇപ്പോൾ നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഞാൻ ചെന്നതിന് ശേഷമാണ്. ആ സമയത്ത് നമ്മളെല്ലാവരും ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് കൊടുത്തു. നമുക്കിങ്ങനെ ജുമ നിസ്കരിക്കാനൊക്കെ ചിലപ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട്, ഷെഡ്യൂളിൻ്റെ ഇടയിൽ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ഇനി ചിലപ്പോൾ തന്നെ ഷെഡ്യൂൾ ക്ലാസ്സസ് ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ പുറത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി തരുമോ? അവരൊരു പ്രെയർ റൂം അവിടെ നമുക്ക് അനുവദിച്ചു തന്നു. 2012 നടക്കുന്നത്. ഇന്നും അത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇന്നത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അവിടെ കുട്ടികൾക്ക്, അവിടെ ഇനി ഹിന്ദു സ്റ്റുഡൻസ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ അമ്പലം കാര്യങ്ങളൊക്കെ, ഇപ്പം ചെന്നൈ അങ്ങനത്തെ ഒരു സ്പേസ് ആണ്. ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് അതിനുള്ള ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ
ആ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിനർത്ഥം ഒരാളുകൾക്കും ഒരു നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല എന്നാവില്ല. അതൊന്നും പറയാൻ ഞാനല്ല. ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ആരും നമുക്ക് നെഗറ്റീവ് ചെയ്യാനൊന്നും പറ്റൂല. ഈ എഞ്ചിനീയറിംഗ് തന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഈ നമ്മളിപ്പോ ഒരു വേറെ ഏതെങ്കിലും സംരംഭം തുടങ്ങി അത് ഫെയിൽ ആവുക എന്നുള്ളത് സൊസൈറ്റിയിൽ ഒരു പ്രശ്നമല്ല. പക്ഷെങ്കിൽ ഈ ഒരു കോഴ്സ് ഫെയിൽ ആവുക അല്ലെങ്കിൽ പേപ്പർ വരിക അല്ലെങ്കിൽ ബാക്ക് ആവുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം. അതിൽ പിന്നെ പ്രഷർ അനുഭവിക്കുക, അതിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആവുക, അതിൽ ഭയങ്കര എന്താ പറയാ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നൊരു നമ്മൾ ഒരു കുറച്ച് മുൻപൊക്കെ NIT-കളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഇങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് ഈ പ്രഷർ കുട്ടികൾ നേരിടുന്നത് തന്നെയാണോ? അതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ NIT-ത്തെ കാര്യം പറഞ്ഞു. NIT-ത്തെ കാര്യം ഞാൻ പറഞ്ഞു. NIT കാലിക്കറ്റിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിൽ വലിയൊരു വിഭാഗം എഞ്ചിനീയറിങ്ങിന് താല്പര്യം ഉണ്ടായിട്ട് വരുന്നതല്ല. കാരണം NIT-ക്കുള്ള എക്സാം JEE മെയിൻസ് എന്ന് പറഞ്ഞ എക്സാമാണ്. JEE മെയിൻസ് എക്സാമിന് സബ്ജക്ട് സ്പെസിഫിക് കട്ട് ഓഫ് ഇല്ല. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണല്ലോ എഞ്ചിനീയറിങ്ങിന് വേണ്ടത്. അപ്പോൾ ഇതിൽ ഒരാൾ മാത്സ് തീരെ എഴുതിയില്ലാന്ന് വിചാരിക്കുക, ഫിസിക്സും കെമിസ്ട്രി മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവന് നല്ല റാങ്ക് വാങ്ങിയിട്ട് അവന് അഡ്മിഷൻ വാങ്ങാൻ പറ്റും. ഇപ്പം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടി, ആ കുട്ടി JEE പരീക്ഷ എഴുതും. അവനെ സംബന്ധിച്ചിടത്തോളം മാത്സ് എഴുതൂല, ഫിസിക്സ് കെമിസ്ട്രി മാത്രമേ എഴുതും. JEE പരീക്ഷ അത്യാവശ്യം ടഫാണ്. അപ്പോൾ ഒരു പകുതി മാർക്കൊക്കെ മതി. ഈ ഫിസിക്സും കെമിസ്ട്രി മാത്രം വെച്ചിട്ട് അവൻ എന്ത് ചെയ്യും? ആ മാർക്ക് ഉണ്ടാക്കും. ഇനി അവൻ MBBS കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് എന്താ ചൂസ് ചെയ്യുക? എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യും. കാരണം NIT നല്ല സ്ഥാപനമാണല്ലോ. അപ്പൊ എഞ്ചിനീയറിംഗിനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് എന്ത് ചെയ്യുന്നത്? ആ സ്ഥാപനത്തിൽ എത്തിപ്പെടുന്നത്. അവിടെ അവന് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ അടുത്ത് പോലും ഞാൻ ഒരു കേസ്, ഒരു സൂയിസൈഡിന്റെ കേസ് പറഞ്ഞാൽ നീറ്റ് റിപ്പീറ്റർ ആയിരുന്ന കുട്ടിയാണ്. അവനാണ് NIT കാലിക്കറ്റ് എത്തിയത്. അവൻ അൾട്ടിമേറ്റ്ലി സൂയിസൈഡ് ചെയ്തു. അപ്പോൾ ഇത് റീസൺ ആണോ അല്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ ദർ ഇസ് എ ഗുഡ് ചാൻസ്. കാരണം അവന് എക്സ്പെക്ട് ചെയ്യാത്തൊരു സാഹചര്യത്തോടാണ് എന്ത് ചെയ്യണത്, അവൻ വരുന്നത് എന്നുള്ള, വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അതിലോട്ട് പോകുന്നു എന്നുള്ള. കോളേജിൽ എൻ്റെ ക്ലാസ്സിൽ ഒരു പകുതി ആളുകളെങ്കിലും UPSC പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട്, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, പക്ഷെങ്കിൽ ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ UPSC മാത്രം ഫോക്കസ് ചെയ്യുന്നത്? IR ചെയ്യുന്നുണ്ട്, പക്ഷെ അവന് ഫ്രീ ടൈമിൽ മൊത്തം പ്രിപ്പറേഷൻ ആണ്, ലൈബ്രറിയിൽ പോയിരുന്ന് പ്രിപ്പയർ ചെയ്യും. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് UPSC എന്ന് നോക്കുന്നത്? ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ? പറഞ്ഞു, എൻ്റെ ഫാമിലിയിൽ അങ്ങനെയാണ്, UPSC അല്ലെങ്കിൽ പോലീസ് ആവാം. ഫാമിലി മൊത്തം പോലീസാണ്. ഒന്നെങ്കിൽ UPSC ക്ലിയർ ചെയ്യാം, അതല്ലെങ്കിൽ അതിന്റെ അടിയിലുള്ള ഓപ്ഷൻസ് മാത്രം, വേറെ ഒരു ഫീൽഡിലേക്ക് ഫാമിലി അനുവദിക്കുന്ന പോലും ഇല്ല എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ അത് ക്ലിയർ ചെയ്യാതെ അവനെ ക്യാമ്പസ് തന്നെ ഉണ്ടാവില്ല, വീട്ടിലേക്ക് പോകാറില്ല. ഇത് പ്രിപ്പയർ ചെയ്ത് മാത്രം ഇങ്ങനെ ചെലവഴിക്കുന്ന ടൈമാണ് അവനുള്ളത്. അപ്പോൾ ഇത് ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ ഞാനോട് ചോദിച്ചു, എന്നാലും ഉണ്ടാവില്ല ഒരു ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ? അപ്പം പറഞ്ഞു, ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം, ഞങ്ങൾക്ക് ഇതാണ്. ഞങ്ങൾ മൾട്ടിപ്പിൾ കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സാധനം ഇപ്പം NIT ഉള്ള സാധനം. ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി വിളിച്ചു, 3 വർഷം മെഡിസിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തു, 4 വർഷമായിട്ട് എഴുതി, കിട്ടിയിട്ടില്ല. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് കോഴ്സിന് പോകണം? ഞാൻ പറഞ്ഞു, അടുത്ത കിട്ടുന്ന കോഴ്സിന് നീ പോ, വെറ്റിനറിയോ അല്ലെങ്കിൽ BDSോ. പാരന്റിന് ഇഷ്ടം പറഞ്ഞു, പാരന്റ് നിർബന്ധിക്കുന്ന 1 വർഷം, എന്തായാലും 3 വർഷമായില്ലേ, എന്താ 1 വർഷം കൂടി. ഇതൊരു ഫാലസിയാണ് ബേസിക്കലി. എന്തായാലും ഇത്ര സ്പെൻഡ് ചെയ്തതുകൊണ്ട് ഒരു കൊല്ലം കൂടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതിൽ പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. നമ്മളവിടെ നമുക്ക് ജെന്യുവൻലി കൊടുക്കാവുന്ന ഒരു അറ്റംപ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞെങ്കിൽ നമ്മൾ നിർത്തണം എന്നുള്ളതാണ്. അങ്ങനെ മൾട്ടിപ്പിൾ റീസൺസ്. ഇപ്പോൾ അതൊരു റീസണാണ്. മറ്റൊരു റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗിൻ്റെ ഈ സപ്ലി പാസ് റേറ്റ് ഒക്കെ 50% താഴെ അല്ലെങ്കിൽ അറൗണ്ട് 50% മാത്രമാണ് പാസ് റേറ്റ് ഉള്ളത്. പല കോളേജിലും 20% കുട്ടികൾ പോലും ജയിക്കുന്നില്ല, 0% കുട്ടികൾ, ഒരു കുട്ടി പോലും ജയിക്കാത്ത കോളേജുകളൊക്കെ ഉണ്ട്. എന്താ ഇവിടെയൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ ശരിക്കും ആലോചിക്കണം. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബറിലാണ് ക്ലാസ് തുടങ്ങിയത്, നവംബറിൽ ഫസ്റ്റ് എക്സാം വന്നു. അപ്പോൾ നമ്മൾ ഈ അലോട്ട്മെന്റ് പ്രോസസ്സൊക്കെ ഡിലേ ആക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ മാത്രം പ്രശ്നമല്ല, സിസ്റ്റത്തിന്റെ പ്രശ്നമുണ്ട്. അതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, താല്പര്യമില്ലാത്ത കുട്ടികൾ വരുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ പല മൾട്ടിറ്റ്യൂഡ് ഓഫ് 2 മാസം കൊണ്ട് ഒരു എഞ്ചിനീയറിംഗിന്റെ സെമസ്റ്റർ പാസ്സാവുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ മൾട്ടിറ്റ്യൂഡ് ഓഫ് പ്രശ്നങ്ങൾ നമ്മളെ മൊത്തത്തിലുള്ള തലതിരിഞ്ഞ വിദ്യാഭ്യാസ നയങ്ങളുടെ ഒരു പ്രൊഡക്റ്റാണ് പലപ്പോഴും. ഇതാണോ നമ്മളെ കുട്ടികളെ പുറത്തേക്ക് പോകാനുള്ള ഒരു ചിന്തയിലേക്ക് എത്തിക്കുന്നത്? ഇപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ എന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിൽ ഉപകരിക്കപ്പെടേണ്ട ബ്രെയിനുകളെ പുറത്ത് കൊണ്ടുപോയിട്ടാണ് പലപ്പോഴും പുറത്തുള്ള കമ്പനികളിലേക്കാണ് അത് റിക്രൂട്ട് ചെയ്യപ്പെടും. പുറത്ത് സ്റ്റഡി അബ്രോഡിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ മറ്റ് കമ്പനികളാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പം കുട്ടികൾ ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിൽ നിൽക്കാതെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിയിട്ട് ഏതെങ്കിലും ഒരു അവിടെ സെറ്റിൽ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുകയും, നാട്ടിലെ സിസ്റ്റം ആണോ എന്താണ് അതിനെ കാരണമാകുന്നത്? സിസ്റ്റം എന്നുള്ളത് വലിയൊരു റീസണാണ്. ഒന്ന് എന്താണ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കീം എക്സാം ഇപ്പോൾ എടുക്കാം. ഇപ്പോൾ കീം എക്സാം വീണ്ടും കുറേ വിവാദങ്ങളിലാണ്. ഇതുവരെ അലോട്ട്മെന്റ് തുടങ്ങിയില്ല. ജൂൺ 10 വരേണ്ട റിസൾട്ട് ജൂലൈയിലാണ് വന്നത്.
അപ്പോൾ അതിൽ അപ്പോൾ അത്രയും കാലം ടെൻഷൻ എടുക്കുന്ന കുട്ടി എന്താ ആലോചിക്കുക, ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഞാൻ എന്ത് ചെയ്യാം, വല്ല പ്രൈവറ്റ് കോളേജിലോ അല്ലെങ്കിൽ ഇനി അബ്രോഡൊക്കെ എന്ത് ചെയ്യാം, പോയി ചേരാം, സോ ദാറ്റ് ഐ വിൽ ബി സേഫ്. ഇത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ സമയത്ത് നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഒരു സിസ്റ്റം. രണ്ട്, നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ്, നമ്മൾ കുട്ടികളെ ഇൻജെക്ട് ചെയ്യുന്ന ഒരു തോട്ട് പ്രോസസ്സ് എന്താണ് അബ്രോഡ് എന്നുള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഈ നാട്ടിൽ നിന്നിട്ട് ശരിയാവില്ല, പുറത്തെവിടെയെങ്കിലും പോകണം. അപ്പോൾ പുറത്തെവിടെയെങ്കിലും പോകാൻ ഈ അബ്രോഡ് ഏതെങ്കിലും ഒരു കോളേജിൽ, തട്ടിക്കൂട്ട് കോളേജിലാണോ പോകേണ്ടത് എന്നുള്ളത് വേറെ ആലോചിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള തോട്ട് പ്രോസസ്സ് ഇങ്ങനെ അഗെയിൻ എന്താണ്, ഒരു വളരെ കോംപ്ലക്സ് സിനാരിയോ വിത്ത് മൾട്ടിപ്പിൾ റീസൺസ്. പേഴ്സണലി ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ഏരിയകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതേപോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതൊക്കെ പറയുന്നതും കരിയർ ഗൈഡൻസ് കൊടുക്കുന്ന ആളുകളെ കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടാവും, ഇതെങ്ങനെയാണ് ഈ ഡിസിപ്ലിൻ അറ്റൈൻ ചെയ്യാം, നിങ്ങളെങ്ങനെയാണ് പേഴ്സണലി ഈ ഡിസിപ്ലിനിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാനും ഈ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഈ പ്രൊക്കാസ്റ്റിനേഷൻ എങ്ങനെ ഇല്ലാതെക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക്? ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രൊക്കാസ്റ്റിനേഷൻ എങ്ങനെ ഒഴിവാക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുട്ടികൾ. ഇപ്പോൾ ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഡിസിപ്ലിൻ എങ്ങനെ അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക? നിങ്ങളെ ഫെയ്ത്ത് ആണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അർത്ഥത്തിലാണോ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ അത്ര ഡിസിപ്ലിൻഡ് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സ്വന്തം മനസ്സിലാക്കണം, ഞാൻ അത്രത്തോളം ഡിസിപ്ലിൻഡ് അല്ല. പക്ഷെ സംഭവം എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ളൊരു പ്ലാന് എൻ്റെ മനസ്സിലുണ്ടാവലുണ്ട്. ഇന്ന സമയം കൊണ്ട് ഒന്നും സമയത്തിന് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും ഇന്ന സമയം കൊണ്ട് ഏകദേശം ഈ ഒരു സംഭവം എന്ത് ചെയ്യണം, നമുക്ക് ചെയ്ത് തീർക്കണം എന്നുള്ള റൈറ്റ്. രണ്ടാമത് ട്രൈ ചെയ്യുക എന്നുള്ളൊരു മനോഭാവമാണ്. എന്തെങ്കിലും സാധനം അപ്പം തന്നെ ട്രൈ ചെയ്തിട്ട് ഒരു സംഭവം ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇതിൽ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ഫാക്ടർ എന്നുള്ളത്, ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പണ്ട് കുറേ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, ഇപ്പോഴും കുറച്ചൊക്കെ വായിക്കും. ഭയങ്കര ഒരു റീഡറൊന്നുമല്ല, പണ്ടത്തെ പോലത്തെ ഒരു റീഡറൊന്നുമല്ല ഞാൻ. പക്ഷെ എന്നാലും ചില പുസ്തകങ്ങൾ, എസ്പെഷ്യലി ഇപ്പോൾ പുതിയ കൈൻഡ് ഓഫ് ഇങ്ങനത്തെ ഒരു സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളൊക്കെ കുറേയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, ട്രൈ ഔട്ട് ചെയ്യാൻ ഒരു നമ്മളെ പ്രചോദിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതിലുണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യങ്ങൾ നമ്മളെപ്പോഴും ആലോചിക്കണം, നമുക്ക് എന്ത് വാല്യൂ ആണ് ലോകത്ത് ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഈ വാല്യൂ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഷുഡ് വർക്ക്. നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു സമയം ശരിക്കും ഉണ്ടാവാൻ പാടില്ല. ആ വെറുതെ ഇരിക്കുന്ന സമയം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ സമയം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, എഫക്റ്റീവ് യൂട്ടിലൈസ്. അപ്പോൾ ഫെയ്ത്തിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ പോലും എന്താണ്, നമ്മൾ സമയം എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ ഫെയ്ത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഒരു എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടൊരു കാര്യം, നമ്മളെ സമയം എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കപ്പെടുന്നുള്ളത്. ഇപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നിസ്കാരം 5 നേരം നമ്മൾ നിസ്കരിക്കുക എന്നുള്ളത് ശരിക്കും നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം എന്തൊക്കെ 5 നേരം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. നമ്മൾ പല ആക്ടിവിറ്റീസും അതിനോട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പലതും എന്താ പറയുക, അത് മഗ്‌രിബിന് ശേഷം എന്ത് ചെയ്യാം, ഈ സംഭവത്തിലോട്ട് പോവാം, അല്ലെ അസറിന് ശേഷം കാണാം, അല്ലേ, ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് നമുക്കുണ്ട്. അത് ആ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും, അങ്ങനത്തെ ഒരു സാധനം ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനത്തെ പല ഫാക്ടേഴ്സ് വീണ്ടും അതിലുണ്ട്. ഇത് എക്സ് ആൻഡ് വൈ ലേണിംഗ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഇങ്ങനെയുള്ള എന്താ പറയുക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ ഡിസിപ്ലിൻ എന്തെങ്കിലും രീതിയിൽ ബിൽഡ് ചെയ്യുക, ഒരു സാധനം ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി നമ്മൾ അതിൽ ഇമേഴ്സ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫൗണ്ടർ എന്നുള്ള നിലക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളെ ഈ ഫൗണ്ടിങ് സ്റ്റേജിലൊക്കെ എന്ത് തോന്നുന്നു? മറ്റേതൊരു വർക്ക് കൾച്ചർ ആയിരുന്നല്ലോ, ഇപ്പൊ ഒരു ഫൗണ്ടിങ് സ്റ്റേജിലെത്തി ഒരു സാധനം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്താണ് മാറ്റം തോന്നുന്നത്? അതിലുള്ള മാറ്റം എന്നുള്ളത് നമ്മൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആണ്. ഈ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മൾ ഒരിടത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സമയത്തിന് നമ്മളെക്കാളും ഉത്തരവാദി നമ്മുടെ മാനേജേഴ്സാണ്. നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടത് പോലെ ബാധ്യതയാണ്. ഇവിടെ നമ്മളെ സമയത്തിന് ഉത്തരവാദി ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ തീരുമാനിക്കണം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അത് വലിയൊരു കാര്യമാണ്. ഇത് തീരുമാനിക്കാനുള്ള കൺട്രോൾ നമുക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫൗണ്ടർ പെട്ടെന്ന് ഫെയിലിയർ ആവും. നമ്മുടെ സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഫെയിലിയർ ആവും. രണ്ടാമത്തെ, നമ്മൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആണ്. നമ്മൾ ഒരുപാട് ആളുകൾക്ക് സാലറി കൊടുക്കുക എന്നുള്ളത് ആരാണ്? അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മുടെ കസ്റ്റമർക്ക് ഡെലിവർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഇങ്ങനത്തെ മൾട്ടിപ്പിൾ സംഭവങ്ങൾ എന്തുണ്ട് അവിടെ ഉണ്ട്, റൈറ്റ്? അപ്പോൾ നമ്മൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവണം. റെസ്പോൺസിബിൾ ആയില്ലെങ്കിൽ എന്താണ്, അത് പ്രശ്നമാണ്. ഈ സ്റ്റെബിലിറ്റി വന്ന ശേഷമാണോ നിങ്ങൾ ഇതിലേക്കൊക്കെ ഇറങ്ങാൻ റിസ്ക് എടുത്തത്? അല്ലെങ്കിൽ
മുൻപേ പ്ലാൻ ഉണ്ടോ ഇതിലേക്ക് തിരിച്ചു? മുമ്പേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, മൈൻഡിലുണ്ട്. പിന്നെ സ്റ്റെബിലിറ്റി വന്നോ എന്നൊക്കെ ചോദിച്ചാൽ യെസ്, കുറേയൊക്കെ സ്റ്റെബിലിറ്റി വന്നിട്ട് ഉണ്ട്. സെൻവൈക്ക് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുണ്ട്. ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നല്ലൊരു ടീമിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ബിൽഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങളുണ്ട്. പിന്നെ ആ ടീമിലോട്ട് നമ്മൾ വരേണ്ട ഒരു നിർബന്ധിതാവസ്ഥ ഉണ്ടായ ഒരു സമയത്താണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ അതിലോട്ട് വന്നിട്ടുള്ളത്. നിങ്ങളെ നിങ്ങൾക്ക് ചോദിക്കാൻ ഇങ്ങനെ എത്രത്തോളം പേഴ്സണൽ ആയിരിക്കും അത്? നിങ്ങൾക്ക് ഒരാളെ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും നിങ്ങളെ ഇൻസ്പിറേഷൻ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ? പലർക്കും പല രീതിയിലാണ്. ഇപ്പോൾ ചിലർക്ക് വളരെ ക്ലോസ് ആയിട്ട് ഓരോ ഉപ്പായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് അധ്യാപകന്മാരായിരിക്കും, അങ്ങനെ പല രീതിയിലുണ്ടാവും. നിങ്ങൾക്ക് ഒരാളെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം? അങ്ങനൊരു ആള് എന്നുള്ളത് ഒരു സംഭവം എനിക്ക് അങ്ങനെ ഒരാളൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ട് നമ്മളെ ലൈഫിൽ. ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓഫ് ടൈമിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഫാദർ മദർ നമുക്ക് നൽകിയൊരു അപ്ബ്രിങ്ങിങ്ങിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഓരോ ഏരിയയിൽ, ഇപ്പോൾ ഉമ്മയ്ക്ക് ആണെങ്കിൽ ഓരോ ഏരിയയിൽ എക്സ്പോഷർ നൽകുന്നിടത്തും ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പ്രോഗ്രാംസിലോട്ട് കൊണ്ടുപോകും. അതിലൊക്കെ നമ്മളെ നിർബന്ധപൂർവ്വം പങ്കെടുപ്പിക്കും. അതെന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയ വലിയൊരു ഒരു ഇൻഫ്ലുവൻസ് ആണ്, റൈറ്റ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിത്തരും, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ പറയും, റൈറ്റ്. അവിടുന്ന് അപ്പുറത്തോട്ട് പോകുമ്പോൾ കുറേ അധ്യാപകർ, നമ്മൾ ഇന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ പോയി പഠിക്കണം എന്ന് പറഞ്ഞ് അതിന് വേണ്ടി സംവിധാനങ്ങൾ ചെയ്തെന്ന അധ്യാപകർ. വർക്ക് പ്ലേസിലോട്ട് പോകുമ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ ഒരു മാതൃകയെ ഓരോ സ്ഥലത്തും കണ്ടെത്താൻ ഞാൻ ശ്രമിക്കലുണ്ട്. ഇന്നൊരു സ്പേസിൽ എന്തുണ്ട്, ഇന്നൊരാൾ അയാൾ ചെയ്യുന്ന അയാളുടെ ഒരു വർക്ക് എത്തിക്, അതെന്ത് ചെയ്യണം, അത് നമ്മളൊന്ന് പഠിക്കണം. യങ് സ്റ്റുഡൻസ് ഇപ്പോൾ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ ഒരു മൈൻഡ് സെറ്റിൽ എന്ത് ചേഞ്ച് വരണം എന്നാണ്. നമ്മളിപ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇരുന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുമ്പ് ഒരു 2-3-4 മാസം മുമ്പ് ഒരു ഹാഫിൽ ആയിട്ടുള്ള ഒരു CA കാരൻ്റെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഞങ്ങൾ തന്നെ ഒരു ഫ്രണ്ടാണ്, മുസ്ലിം എന്ന് പറഞ്ഞിട്ട് കൊടിയത്തൂരുള്ള. അപ്പോൾ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ ഈ ഒരു മെന്റാലിറ്റി ഉണ്ട്, ഇരുന്ന് പഠിക്കും അല്ലെങ്കിൽ ഇതിനു വേണ്ടി ടൈം കൊടുക്കും എന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ട്. അത് എനിക്കതില്ലായിരുന്നു. ഞാൻ പറഞ്ഞാൽ ഞാൻ മുസ്ലിമിന്റെ കൂടെ പഠിച്ച ഒരാളാണ്, പക്ഷെ എനിക്ക് ചെറുപ്പത്തിൽ ഇതുപോലെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്നലെ ഞാനിപ്പോൾ രാത്രി ഇങ്ങനെ ഇവരിങ്ങനെ ഇരുന്ന് ഓതുന്നത് കാണുമ്പോൾ അന്ന് ഇത് പറഞ്ഞുതരാനോ അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നുള്ളത് ബോധത്തിലേക്കേ വന്നിട്ടില്ല. ഒരു പക്ഷേ +2 വരെ എനിക്ക് ആ ബോധം ഉണ്ടായിട്ടില്ല. +2 സയൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ എനിക്ക് ഈ പറഞ്ഞ പോലെ എൻട്രൻസ് ഒക്കെ മനസ്സിലാക്കുന്നത് +2 കഴിയാൻ നേരത്താണ്. ഞാൻ രജിസ്റ്റർ ചെയ്തു, ആ സമയത്താണ് ഇത് പ്രിപ്പയർ ചെയ്യണമെന്ന് പോലും അറിയുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് ഡ്രോപ്പ് ചെയ്തതിൽ സങ്കടമല്ല, പക്ഷേ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ ഇപ്പം ഇങ്ങനെ ഫീൽ ചെയ്യും. കാരണം അത് അന്ന് പറഞ്ഞുതരാൻ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ യങ് ജനറേഷനിലുള്ള ആളുകൾ എന്ത് മനസ്സിലാക്കി, ഇതിലെന്ത് അപ്രോച്ചാണ് സ്വീകരിക്കുന്നത്, എന്ത് മാറ്റാണ് പോലെ മൈൻഡ് സെറ്റിൽ വരേണ്ടത്? ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ ഡിസിപ്ലിൻഡ് എക്സിക്യൂഷൻ എന്നുള്ളതിന് നമ്മൾ വലിയൊരു പ്രാധാന്യം നൽകണം. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കാര്യം ഇരുന്ന് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവുക, എന്തെങ്കിലും കാര്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ശരിക്കും വലിയൊരു സ്കില്ലാണ്. പലപ്പോഴും കുട്ടികൾക്ക് ലാക്ക് ചെയ്യുന്നുണ്ടാ ഈ കൈൻഡ് ഓഫ് ഒരു ഡിസ്ട്രാക്ഷനാണ്. എന്താണ്, ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും വേറെ എന്തെങ്കിലും കാര്യം വരുന്നു, അപ്പോൾ അതിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാത്തതിനുള്ള റീസൺ എന്താ, ഒന്നും ചെയ്ത് ശീലമില്ല. ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, ലൈഫിൽ ഒരു വർക്ക് എടുക്കാത്ത ഒരാളോട് ഇന്ന് മുതൽ നീ ഇന്നൊരു വർക്ക് എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മളോട് ഇവിടെ നിന്ന് ഇപ്പോൾ എന്നോട് ഇവിടെ പറമ്പിൽ 1 മണിക്കൂർ കളക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റൂല. കാരണം എനിക്ക് എന്തില്ല, എനിക്ക് ചെയ്ത് പരിചയമില്ല, അല്ലേ. മേ ബി ഒരു മാസം ഞാൻ അത് പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് പല കാര്യം. ഇപ്പോൾ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞ പോലെ ലാസ്റ്റ് നമ്മളോട് പറയണത് നമ്മൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകണം. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകണം എന്നുള്ളൊരു ആഗ്രഹം ചിലപ്പോൾ നമുക്ക് തുടങ്ങുക +2-ലായിരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് വർക്ക് എത്തിക് വി ഫോളോ. ആ വർക്ക് എത്തിക് ഫോളോ ചെയ്യുന്നതന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകാൻ പറ്റുള്ളൂ. CUT എക്സാമോ ഇനി JEO നീറ്റോ ഏത് എഴുതണം എന്നുണ്ടെങ്കിലും അത് ഇത്രയും കാലം ഫോളോ ചെയ്ത് പരിചയമില്ലാത്ത ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. രണ്ടാമത്, ഇതേ കാര്യം നമ്മുടെ മൈൻഡിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക, നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക, റൈറ്റ്. ഇപ്പം എൻ്റെ മുമ്പിൽ ഒരു 50 കിലോ കല്ല് പൊക്കണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റൂല, കാരണം എനിക്ക് ചെയ്ത് പരിചയമില്ല. മേ ബി 2 മാസം ജിമ്മിൽ പോയി എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പോർഷൻസ് പഠിച്ച് തീർക്കണം എന്നൊരു കുട്ടിനോട് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ്റെ ബ്രെയിൻ ഹീസ് നോട്ട് എക്വിപ്ഡ് ടു ഡു ദാറ്റ്. കാരണം അവൻ്റെ ബ്രെയിൻ എന്തില്ല, അത് ചെയ്ത് പരിചയമില്ല, ട്രെയിൻഡ് അല്ല.
അല്ലേ? അപ്പോൾ നമ്മളൊരു കോഗ്നിറ്റീവ് എഫേർട്ട് എടുക്കുന്ന കാര്യങ്ങൾ കുട്ടികളോട് പറയാനുള്ളത്, കോഗ്നിറ്റീവ് എഫേർട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യണം. കോഗ്നിറ്റീവ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിന് വർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ വിൽ ബിക്കം ഡംപ്. നമ്മൾ മണ്ടന്മാരായി മാറുന്നത് പല ആൾക്കാരും പറയും കുട്ടികൾക്ക് ബുദ്ധിയില്ല, അല്ലെങ്കിൽ അവന് മോശം ലേണിംഗ് ഡിസബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു. ജനറലി ഉള്ള ആളുകൾ, ഒരു നോർമൽ ഐക്യുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിയുണ്ട്, മണ്ടന്മാരൊന്നുമല്ല. പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ ബ്രെയിൻ ഉപയോഗിച്ച് അവർക്ക് പരിചയമില്ല. നമ്മുടെ ബ്രെയിനിന് അൽഹംദുലില്ലാഹ് ദർ ഇസ് എ അമേസിങ് സ്ട്രക്ചർ ആൻഡ് അമേസിങ് പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ന്യൂറോപ്ലാസ്റ്റിസിറ്റി പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നമുക്ക് എങ്ങോട്ടും വലിച്ചു നീട്ടാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ബ്രെയിൻ എന്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പ്രൊവൈഡഡ് ഇറ്റ് ഈസ് ട്രെയിൻ ടു ഡു ദാറ്റ്. അത് ചെയ്യാൻ ട്രെയിൻ ചെയ്യപ്പെടണം. ഒരു കുട്ടി ഒരു എന്താ പറയുക, ഒരു മാത്സ് പ്രോബ്ലം ചെയ്യുന്നു. ആ സമയത്തായിരിക്കും അവന് മേ ബി എന്ത് ചെയ്യുക, ഒരു നോട്ടിഫിക്കേഷൻ വരിക. ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവനെ മാത്സ് പ്രോബ്ലം അവിടെ മടക്കി വെച്ചിട്ട് ആ നോട്ടിഫിക്കേഷൻ നോക്കുന്നു. അപ്പോൾ അവൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളുടെ റീല് കാണുന്നു. ആ ഒരു റീല് കാണാന്നുള്ളത് മേ ബി ഒരു 100 റീലായിട്ട് മാറുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ 100 റീല് കാണാൻ വേണ്ടിയിട്ട് പ്രശ്നം എന്താ അറിയോ, മാത്സ് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ദർ ഇസ് എ കോഗ്നിറ്റീവ് എഫേർട്ട്. നമ്മുടെ ബ്രെയിന് കുറച്ച് വർക്ക് ചെയ്ത് കുറച്ച് എക്സോസ്റ്റഡ് ആയാലേ നമുക്ക് മാത്സ് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കാൻ പറ്റുള്ളൂ. നേരെ കുറച്ച് 100 റീല് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിന് ഒരു എഫേർട്ടിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, വി ആർ വയേർഡ് ടു ഡു ദാറ്റ്. ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യണത്, നമ്മൾ ശീലിച്ച് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാതാണ്. റൈറ്റ്? ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ടെൻഡൻസി അതാണ്, ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. കാരണം നമ്മുടെ മൈൻഡിന് ഒരു എഫേർട്ട് ഇടണ്ട, അല്ലേ? എന്തുകൊണ്ടാണ് ജിമ്മിൽ പോകുന്ന കാര്യം ആൾക്കാർക്ക് പണിയായിട്ട് തോന്നുന്നത്? കാരണം അത് ഈസി അല്ല. ഇറ്റ് റിക്വയർസ് സം എഫേർട്ട്, മെന്റലി ആസ് വെൽ ആസ് ഫിസിക്കലി. രണ്ടിലും എഫേർട്ട് വേണം. പക്ഷേ ഫിസിക്കലി ആ എഫേർട്ട് 2 മാസം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം എന്തുണ്ടാവില്ല, ഇറ്റ്സ് നോട്ട് എൻ എഫേർട്ട് ടു ഹിം. ഇതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ JEE എക്സാം, നീറ്റ് എക്സാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സാം, അല്ലെങ്കിൽ നമ്മളൊരു പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു പസിൽ സോൾവ് ചെയ്യുക, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, ക്രിയേറ്റീവായി ചിന്തിക്കുക, ഇതിനൊക്കെ എന്ത് വേണം? ഇതൊന്നും പെട്ടെന്ന് ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ദിവസം സംഭവിക്കുന്ന സംഭവമല്ല. ദിസ് ഓൾ റിക്വയർസ് ട്രെയിനിങ്. എല്ലാത്തിനും ട്രെയിനിങ് വേണം. നമ്മൾ ബ്രെയിനിനെ അതിന് ട്രെയിൻഡ് ആക്കി നിർത്തണം. ഈ ഒരു സംഭവമാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്, പൊതുവെ ലാക്കിംഗ് ആയി പോകുന്നത്. വർക്ക് ചെയ്ത് പരിചയമില്ല, ബുദ്ധി ഉപയോഗിച്ച് പരിചയമില്ല. ആൻഡ് ഐ ഫിയർ ഈ AI ഒക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ടൂൾസ് ഉപയോഗിക്കുന്നതോറും നമ്മൾ കൂടുതൽ ഡംബറായി മാറുമോ എന്നുള്ളൊരു പേടിയും സത്യം പറഞ്ഞാൽ എനിക്കുണ്ട്. ഒരു കൈൻഡ് ഓഫ് ഇന്റലക്ച്വൽ ഒബീസിറ്റി നമുക്ക് വരും. പൊതുവെ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ ട്രോളുകളാണ്. നമ്മൾ എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ ചാറ്റ് ജിപിയോട് ചോദിക്കാം. ഒരാളെ കിഡ്നാപ്പ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ചാറ്റ് ജിപിയോട് ചോദിക്കുക. ഒരു ടെക്സ്റ്റ് നമ്മൾ എഴുതി അത് വാട്സപ്പിൽ ഇടുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചിന്തിക്കൂലായിരുന്നു നമുക്ക് ഇംഗ്ലീഷ് അറിയോ, അത് തെറ്റാണോ, ഗ്രാമറ്റിക്കൽ എറർ വരുമോ എന്നൊന്നും ആലോചിക്കൂല. പക്ഷെ ഇപ്പോൾ അത് വെറുതെ ചാറ്റ് ജിപിടി അവിടെ ഉണ്ടല്ലോ, അതിനോടൊന്ന് ചോദിക്കുക, എന്നിട്ടൊരു നല്ല രീതിയിൽ അതൊന്ന് ഫോം ചെയ്യുക, എടുക്കുക, ഇടുക. ഇനിയിപ്പോൾ ഒരു സ്റ്റോറി ഇടുന്ന ആൾ ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചാറ്റ് ജിപിടിയിൽ ഇടുക. എന്ത് ചെയ്യുമ്പോഴും ഇതിനെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം അത് നമ്മളെ കൂടുതൽ അലസമാക്കുകയാണോ ചെയ്യുക? എന്താണ് അതിൻ്റെ ഒരു, അതാണ് ഞാൻ ഭയപ്പെടുന്ന ഒരു സംഭവം. അതാണ് നമ്മൾ സാധാരണ പറയും AI will not replace people, but people who knows AI will replace people എന്ന് പറയും. പക്ഷേ people who knows AI എന്നുള്ളത് ഇൻ എ ലോങ് റൺ, ആസ് ഓഫ് നോ ഇറ്റ്സ് ട്രൂ പീപ്പിൾ. പക്ഷേ ഇപ്പോൾ AI യൂസ് ചെയ്യുന്ന അഡൽട്ട്സും കിഡ്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അഡൽട്ട്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്ക് എത്തിക്കിലൂടെ കടന്നു വന്ന് AIനെ അവരുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്ന ഒരു ടൂളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പല അഡൽട്ട്സും അത് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ വളർന്നു വരുന്ന കിഡ്സ് അതിനൊരു ഈസി ഷോർട്ട് കട്ട് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിൽ ഫണ്ടമെന്റലി ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇത് എന്ത് ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇവർ അഡൽട്ട്സായി വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ കൂടുതൽ ഡംബ് ആക്കുകയാണോ ചെയ്യുക, അതോ നമ്മളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുകയോ ചെയ്യാന്ന്. അതേസമയം തന്നെ ഇത് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന, ആ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്നുള്ളത് ആ വർക്ക് എത്തിക് ഉള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, അതിനെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു വിഷയമുണ്ട്. അപ്പോൾ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്റലക്ച്വൽ ഒബീസിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ ഒരു വർക്കൗട്ട് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൂടുതൽ തടിയന്മാരായി മാറുന്ന, അല്ലെങ്കിൽ അതാണ് ഒബീസ് ആവുക എന്നുള്ളതിന് അർത്ഥം. നമ്മൾ ഇതേപോലെ മൈൻഡ് കൊണ്ട് ഒരു വർക്ക് കൊടുക്കാതെ നമ്മൾ ഇന്റലക്ച്വലി ഒബീസ് ആയാൽ, നമ്മുടെ ബ്രെയിൻസ് ഒബീസ് ആയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ്. ഈ കരിക്കുലം, ഞാൻ അങ്ങനെ ഒരാളിങ്ങനെ ചോദിച്ചു കേട്ടോ, ഈ കരിക്കുലത്തിലൊക്കെ, ഈ എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ കരിക്കുലത്തിൽ ഈ അടുത്താണ് ഈ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഓലെ ഹെൽപ്പ് ചെയ്യുന്ന ഈ നമ്മൾ നേരത്തെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ അടുത്താണ് ഈ കരിക്കുലത്തിലേക്ക് ഈ സിലബസ് ആഡ് ചെയ്തതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടു. എങ്ങനെയാണ് അത്? മുൻപതില്ലായിരുന്നു? എന്താണ് അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു ആദ്യം? എനിക്കറിയില്ല കേട്ടോ. KTUവിന്റെ ആണെങ്കിൽ എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ IIT-ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ കരിക്കുലത്തിലൂടെ പഠിപ്പിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അതും അല്ലാന്നാണ് ഞാനിപ്പോ ചോദിക്കാൻ കാരണം. എന്താ വെച്ചാല് ഇപ്പൊ പൊതുവേ ഉള്ളൊരു കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാല്,
നമ്മൾ അറ്റൈൻ ചെയ്യുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ജോബ് ലാൻഡ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പോൾ ഫെയ്ത്ത് ഉള്ള ആളുകളാണെങ്കിൽ അവർക്കുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ട്രബിൾ എന്താണെന്ന് വെച്ചാൽ അവർ ലാൻഡ് ചെയ്യുന്ന ജോബ് ഒരു തരത്തിൽ വലിയ രീതിയിൽ വേറെ ഏതെങ്കിലും സിസ്റ്റമാറ്റിക് ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു സർവൈലൻസ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കഷ്ടപ്പെട്ട് ജീവിതത്തിൽ വലിയ എഫേർട്ട് എടുത്തിട്ടാണ് ഇത് പഠിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ അവരവിടെ വർക്ക് ചെയ്യുന്നു. പക്ഷേ അവർ വർക്ക് ചെയ്യുന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മോശപ്പെട്ട സർവീസാണ് എന്നുള്ള നിലക്ക് പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് പോലും മൈക്രോസോഫ്റ്റിൽ നിന്നൊരു സ്ത്രീ ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവർ ഇസ്രായേലിനെതിരെയുള്ള അഗ്രഷൻ ഇസ്രായേൽ നടത്തുന്ന അഗ്രഷൻ കൂട്ടി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സാധനം എല്ലാ സ്റ്റുഡൻസിനുള്ളിലും ഉണ്ടാവുമല്ലോ. നമ്മൾ എത്തിപ്പെടുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്തിക്കലി കൂടി അത് മോറലി ഇത് സേഫ് ആവണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതെങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നതിന്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ചില സന്ദർഭങ്ങളെങ്കിലും ഇപ്പം ഇങ്ങനത്തെ BDS മൂവ്മെന്റ്സ്, റൈറ്റ്, ഇങ്ങനത്തെ ബോയ്ക്കോട്ടിങ് മൂവ്മെന്റ്സ്, അതേപോലെ തന്നെ കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലൊരു കൺവിക്ഷൻ ഉണ്ട്. എന്ത്, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ എന്നുള്ളത് ഇപ്പോൾ ഇത് പല രീതിയിൽ, ഇപ്പോൾ ഒരു മുസ്ലിം സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ സർവൈലൻസ് മാത്രമല്ല, ഇപ്പോൾ ഒരു ബാങ്ക് പോലത്തെ ഒരു സ്ഥലത്ത് അൾട്ടിമേറ്റ്ലി ഫൈനാൻഷ്യലി ഉള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇൻട്രസ്റ്റുമായി ഡീൽ ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസസ് ഉള്ള സ്ഥലത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? അതിന് ഉത്തരം പലതിലും ഇല്ല എന്ന് തന്നെയാണ്. നമുക്കൊരു കൺവിക്ഷനോട് കൂടി തോന്നുകയാണ് നമുക്ക് ആ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങി പോരാനുള്ള മനസ്സിൽ നമ്മൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം എന്നാണ് എനിക്ക് തോന്നുന്നത്, റൈറ്റ്? അപ്പോൾ പക്ഷെ എല്ലാവരും ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ മോശക്കാരാണ്, അല്ലെങ്കിൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഈമാനില്ലാത്തവരാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇനി ഇഫ് യു വാണ്ട് ടു ഗോ ഔട്ട് വി ഷുഡ് ജസ്റ്റ് ബിൽഡ് ദ സ്കിൽസ് സോ ദാറ്റ് വി വിൽ ബി എംപ്ലോയബിൾ എൽസ്വെയർ എന്നുള്ളൊരു മെന്റാലിറ്റിയിലോട്ട് നമ്മൾ എത്തുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു കമ്പനിയും ഒരു ശാശ്വതമായിട്ടുള്ളൊരു പ്ലേസ് അല്ല. ഞാൻ എന്ന കമ്പനിയിൽ ഇത്ര കാലം വർക്ക് ചെയ്തോളാം നമ്മൾ ആർക്കും കരാർ കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് നമ്മുടെ ഒരു ഐഡിയൽസിനെതിരായിട്ടുള്ള വളരെ പ്രത്യക്ഷമായിട്ടുള്ള രീതിയിലോട്ട് ഒരു കമ്പനിയുടെ ആക്ഷൻസ് മാറുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ഷുഡ് തിങ്ക് അബൌട്ട് അതർ ഓപ്ഷൻസ്. നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടാവും, ലൈഫിൽ ഓപ്ഷൻസ് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അതിനുള്ളൊരു ധൈര്യം സമാഹരിക്കുക എന്നുള്ളത് മാത്രം. അതൊരു ചെറിയൊരു അത് ഞാൻ പറഞ്ഞ പോലെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എത്തിക്കലായി നിൽക്കുക എന്നുള്ളത്, നമ്മുടെ വാല്യൂസ് എന്താണെന്നുള്ളത് നമ്മൾ കീപ്പപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈവൺ നമ്മളെ പ്രൊഫഷണൽ ലൈഫിൽ പോലും ആ വാല്യൂസ് കീപ്പപ്പ് ചെയ്യുന്നതാണ് നമ്മളെ ഒരു ഹയർ മേലോട്ട് നമ്മളെ തള്ളിവിടുക. അത് നമ്മൾ ലൈക്ക് നമ്മുടെ വാല്യൂസിന് നമ്മൾ കീപ്പ് ചെയ്ത ചില വാല്യൂസിന് എതിരായിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ഷുഡ് മൂവ് അഹെഡ് എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ ഇങ്ങനെ എല്ലാവരും പറയും ഈ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പഠിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെ ഉള്ളിൽ IR-ന്റെ അടിയിൽ വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് അങ്ങനെയുള്ള ഒരു കോഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ആയിരക്കണക്കിന് കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്, ഒരുപാട് ഏരിയകളിലുള്ള ഒരുപാട് കോഴ്സുകൾ. എങ്കിലും ഇത് പഠിക്കുന്ന ആളുകളെ പലപ്പോഴും നമ്മളൊരു ഒരു പഠിക്കുന്ന ആളായിട്ട് പരിഗണിക്കാറില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ഈ ഏരിയകളിൽ വ്യവഹരിക്കുന്ന സോഷ്യൽ സയൻസിലുള്ള ആളുകളെ എൻഗേജ് ചെയ്യുന്ന ആളുകളെ പലപ്പോഴും നമ്മളൊരു പ്രൊഫഷണലായിട്ട് എന്തായാലും കാണാൻ കഴിയില്ല. പക്ഷെ പഠിക്കുന്ന ആളുകളായിട്ട് പോലും പരിഗണിക്കാതെ ഇപ്പോൾ ഈ സയൻസ് അല്ലെങ്കിൽ ഈ ഒരു പാത്തിൽ മാത്രം പോകുന്ന ആളുകളെ നമ്മൾ എപ്പോഴും പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിലൊരു നോം അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം ഞാൻ സയൻസ് ഡ്രോപ്പ് ചെയ്തത് മുതൽ ഞാൻ ഈ ഏരിയയിൽ ഒരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സോഷ്യൽ സയൻസിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു സൊസൈറ്റി എന്നുള്ളൊരു റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഞാനിപ്പോൾ തന്നെ കുടുംബക്കാരോടൊക്കെ ഞാൻ IR ആണ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആണ് പഠിക്കുന്നത് പറയുമ്പോൾ യാതൊരു ക്ലൂ ഇല്ല. എന്താണ് ഇത് കഴിഞ്ഞിട്ടുള്ള ജോലി, എന്താണ് ഇത്, എന്തിലേക്കാണ് ഇത് എത്തിക്കുക, എത്രയാണ് ശമ്പളം ഉണ്ടാവുക എന്നുള്ളതാണ് ഇത്. അപ്പോൾ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? മറ്റുള്ള കോഴ്സുകൾ പഠിക്കണ്ട അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം മുമ്പിൽ കാണുന്നത് എന്താണ്, ഇപ്പൊ നമ്മളൊരു IR കഴിഞ്ഞ് ഇന്റർനാഷണൽ റിലേഷൻ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ നമ്മൾ കാണുന്നില്ല. അയാൾക്ക് എന്ത് സാലറി കിട്ടുന്നുണ്ടെന്നല്ല, അല്ലെങ്കിൽ അയാളുടെ വർക്ക് ഏരിയ എന്താന്നുള്ളതൊന്നും ആളുകൾക്ക് എന്തല്ല എവിഡന്റ് അല്ല. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ഒരു സോഷ്യൽ സയൻസ് പഠിച്ച ആൾക്കാർ ആരാണ്? ബേസിക്കലി ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സോ മാക്സിമം പ്രൊഫസേഴ്സ് ആവും. ഭൂരിഭാഗം ആൾക്കാർ മേ ബി ഒരു BA ഇംഗ്ലീഷ് കഴിഞ്ഞ് ഒരു B.Ed കഴിഞ്ഞ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം എത്ര സാലറി കിട്ടും എന്നുള്ളത് സൊസൈറ്റിയിലുള്ള ആൾക്കാർ. അപ്പോൾ ഈ ഒരു ലെൻസിലാണ് എന്ത് ചെയ്യണത്, കാണുന്നത്. പക്ഷേ ഇൻ ജനറൽ എന്തായാലും ഇപ്പോൾ പിന്നെ ഈ STEM ഏരിയാസിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ആളുകൾക്ക് എന്ത് ചെയ്യാം, ആളുകൾക്ക് വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. 21ാം വയസ്സിലെ ലൈഫ് സെറ്റ്. അതായത് ഇത് നമ്മളിങ്ങനെ അത് ഒന്നുകൂടി അഡ്വർടൈസിങ്ങിന്റെയും കൂടി അഡ്വർടൈസിങ് ഉണ്ടാവും അതില്. ആ കോഴ്സസിലോട്ടുള്ള അഡ്വർടൈസിങ്ങിൽ അപ്പുറം ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞാൽ ഒരു ജോബിന് ഒരാൾ റെഡി ആവുന്നു, ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ജോബിന് ഒരാൾ റെഡി ആവുന്നു.
എന്നുള്ള ഒരു തോട്ട് ഉണ്ട്. ഇങ്ങനെ പല ബയസസ് സ്വാഭാവികമായിട്ടും സൊസൈറ്റിയിൽ ഉണ്ടാവും. ആ ബയസസ് എല്ലാം കൂടി നമുക്ക് സോൾവ് ചെയ്യാനൊന്നും നമുക്ക് പക്ഷേ ഇതിൽ പറ്റിക്കോളന്നില്ല. ലോങ് ടേം അച്ചീവ്മെന്റിലേക്കുള്ള ഒരു വിധത്തിലുള്ള സാധ്യതയും നമ്മുടെ നാട്ടിൽ ആളുകൾ കാണുന്നില്ല എന്നുള്ളത്. ഇപ്പൊ നിങ്ങളൊരു ഫൗണ്ടറും കൂടിയാണല്ലോ, അപ്പൊ നിങ്ങളൊന്നും കൂടി ഇതിനൊരു മുൻപോട്ടാണ് കാണുന്നത്, കുറച്ചും കൂടി ഒരു ദൂരത്തേക്കാണ് കാണുന്നത്. പക്ഷെ ഇപ്പോ നമ്മളെ നാട്ടിൽ ഇറങ്ങി നോക്കിയാൽ അത് പെട്ടെന്ന് റിസൾട്ട് വേണം. 21st ഏജിൽ എന്ന് പറയുന്നത് പോലെ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ആളുകൾ കാണുന്നത്. അതൊരു പ്രശ്നമല്ലേ എന്നുള്ളത് എനിക്ക് ഇങ്ങനെ എപ്പോഴും തോന്നും. അത് പ്രശ്നം തന്നെയാണ്. അതിൽ വേറെ ഒരുപാട്, ഇപ്പൊ നമ്മളൊരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡോപ്പമിൻ റഷ് ഉണ്ടാവും, റൈറ്റ്? അവിടെ എന്താണ്, ആ ഡോപ്പമിനെ കിട്ടി നമുക്ക് ഏത് സമയവും ഡോപ്പമിൻ കിട്ടണം. ആ ഡോപ്പമിന്റെ ആ പ്ലഷർ സീക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്, റൈറ്റ്? ഇതിനാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. പെട്ടെന്ന് നമുക്ക് എന്ത് വേണം, നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് റിസൾട്ട് വേണം. അപ്പോൾ ഈ പ്ലഷർ സീക്കിംഗ് എന്നുള്ളത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, പെട്ടെന്ന് പ്ലഷർ വേണം സീക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 കൊല്ലം ഒരു കോഴ്സ് പഠിക്കുക അല്ലെങ്കിൽ 4 കൊല്ലം ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ളത് പോലും എന്തല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാനോ ചിന്തിക്കാനോ പറ്റുന്ന കാര്യമില്ല. നേരെ മറിച്ച് 1 കൊല്ലം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. അതുകൊണ്ടാണ് 21 വയസ്സിൽ ലൈഫ് സെറ്റ് ആവുമെന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ 22 വയസ്സ് ആവണ്ടേ എന്നുള്ളത് എന്ത് ചെയ്യണത്, 23 വയസ്സാവണ്ടേ എന്നുള്ളത് ഒരു കുട്ടി ചിന്തിക്കുന്നത്. ഇത് പ്രശ്നമാണ്, ഇത് ഭീകരമായ പ്രശ്നമാണ്. നമ്മളെ കുട്ടികളെ എഫക്ട് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പ്രശ്നമാണ്. ഈവൻ ദർ ആർ സ്റ്റഡീസ്, ഈ എന്താ പറയുക, കോട്ടൺ മാർഷ്മെലോസ് ഒക്കെ വെച്ചുള്ള മാർഷ്മെലോ എക്സ്പീരിയൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനെതിരെയും ടു ആൻഡ് ഫ്രോ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഒരാളുടെ മനസ്സിന് ഏറ്റവും നല്ലത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയമില്ല. അതാണ് അവരെന്ത് ചെയ്യുക, ബെറ്റർ ദിൽ ബി ഇൻ ബെറ്റർ പ്ലേസസ് എന്നുള്ളതാണ്. ഈ കുട്ടികൾ ഇപ്പോൾ ഏറ്റവും എവിടുന്നാണ് ഇത് ഒരു ഫോക്കസ്ഡ് ആയിട്ട് തുടങ്ങേണ്ടത് എന്നുള്ളത് പലപ്പോഴും സംശയം ഉണ്ടാവും. ഇപ്പോൾ 10th കഴിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഇപ്പോൾ JEE ഒക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ 10th മുതൽ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുമായിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്താൽ അത്രയും ഓക്കെയാണ്. പക്ഷെങ്കിൽ മറ്റുള്ള ഏരിയകളിലൊക്കെ ഫോക്കസ്ഡ് ആയിട്ട് തുടങ്ങേണ്ടത് +2 കഴിഞ്ഞിട്ട് മതിയോ? എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത്? ഇപ്പോൾ ഒരു ഫോക്കസ് എന്നുള്ള സംഭവം എത്രയും നേരത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും നേരത്തെ പറ്റാം. ഫോക്കസ് എന്നുള്ളതിലപ്പുറം ഞാൻ പറയുക, വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരു പ്ലാനിങ് എന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു 5ാം ക്ലാസ്സിലെ കുട്ടിനെ പിടിച്ചവൻ IIT എത്തിക്കുക അല്ലെങ്കിൽ സിവിൽ സർവീസിൽ എത്തിക്കുക എന്നുള്ളതൊന്നുമല്ല. നേരെ മറിച്ച് അവന് ലോകം കാണിച്ചു കൊടുക്കാൻ നമ്മുടെ മുമ്പിൽ എന്ത് പ്ലാനാണ് ഉള്ളത് എന്നുള്ളതാണ്, റൈറ്റ്? അങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള വരുന്ന ആളുകളാണ് കൂടുതലും സക്സസ്ഫുൾ ആയിട്ട് മാറുന്നത്. ആ പാരൻസിൻ്റെ ഒരു കെയർ. പണ്ടത്തെ ഒരു ജനറേഷൻ, ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു, ഞങ്ങളുടെ ജനറേഷനിൽ കുറച്ചൊരു പാരൻ്റൽ കൺട്രോളുള്ള ജനറേഷൻ ഞങ്ങളുടെ ജനറേഷൻ. അത് കഴിഞ്ഞിട്ട് വന്നൊരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഭീകരമായ ഡിഫറൻസ് ഒന്നുമല്ല, മേ ബി ഒരു 3-4 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ. അന്നത്തെ ഒരു പാരൻസൊക്കെ ചിന്തിച്ചിരുന്നത് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മൾ ഫുൾ ഫ്രീഡം കൊടുക്കണം. ആ ഫ്രീഡം കൊടുക്കുന്നതിൻ്റെ ഒരു ദുരന്ത ഫലങ്ങൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നേരെ തിരിച്ച് ഇപ്പോൾ കുറച്ചും കൂടി പാരന്റിങ് ക്ലാസ്സസും മറ്റും നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി സജീവമായിട്ട് കുട്ടികളെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള പാരന്റിങ് ക്ലാസ്സസ് ഒക്കെ എന്ത് ചെയ്ത് നടത്താൻ. ഞാൻ തന്നെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി പാരൻസും കുറച്ചും കൂടി കുട്ടികളുടെ കാര്യത്തിൽ കൺസേൺഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കൈൻഡ് ഓഫ് ഒരു സൈക്കിളാണ്. അപ്പോൾ ഈ കൺസേൺഡ് ആയിട്ടുള്ള പാരൻസ് കുട്ടികൾക്ക് ക്യൂറേറ്റഡ് ആയിട്ടുള്ള അവർക്ക് ചെയ്യാവുന്ന മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് വായന. ഞാനിപ്പോൾ അടുത്തൊരു ഇന്റർവ്യൂ ചെയ്തു, നസീഫ് സ്റ്റാൻഫോർഡിൽ PhD നസീഫിന്റെ ഇന്റർവ്യൂ. നസീഫിനെ ലോകം തുറന്നു കൊടുത്തത് വായനയാണെന്ന് നസീഫ് പറഞ്ഞത്. ഭയങ്കര ചെറുപ്പത്തിലുള്ള വായന. നസീഫ് ഒരു പള്ളി ദർസിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കോളേജിൽ നിന്നുള്ള പുസ്തകങ്ങളാണ് നസീഫിന്റെ പുറത്തോട്ടുള്ള ലെൻസ് എന്നുള്ളത്, റൈറ്റ്? ഇതേപോലെ നമുക്ക് പുറത്തോട്ട് തുറന്നു വെക്കാനുള്ള ഒരുപാട് ലെൻസുകൾ, ഒരുപാട് വിൻഡോസ് ഉണ്ടാവും. ഈ വിൻഡോസ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഏതെങ്കിലുമൊക്കെ അവർ തുറന്നു പോയിക്കോളും. അതല്ലാതെ 10ലെത്തിയിട്ട് നിങ്ങൾക്ക് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒരു സംഭവം അല്ല ഒരു കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞ സംഭവം. 10 വരെ വളരെ ഫ്രീ ആക്കി വിടുന്നത് വളരെ കോമൺ ആണ്. 10 വരെ അവർ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ, വേറെ നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കണ്ടല്ലോ. സ്കൂൾ എന്നുള്ളത് ഇറ്റ്സ് എ സ്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഭൂരിഭാഗം സ്കൂൾസും ആർ സ്കാംസ് എന്ന് പറഞ്ഞ സെൻസ് ഞാനത് എന്താ ഒരു ബോധപൂർവമായ ആരെങ്കിലും നടത്തുന്ന എന്തെങ്കിലും ഒരു കള്ളത്തരം എന്നുള്ളതല്ല. നേരെ മറിച്ച് നമ്മുടെ സ്കൂൾസ് എന്നുള്ളത് ഭൂരിഭാഗം സ്റ്റുഡൻസിനും ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഭൂരിഭാഗം കുട്ടികൾക്കും ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള സംഭവമല്ല. ഇപ്പോൾ ഇന്ന് പോലും ഇന്നത്തെ ഒരു സ്മാർട്ട് ഫോൺ ജനറേഷന് ഐഡിയൽ ആയിട്ടുള്ള രീതിയിലാണോ നമ്മൾ കുട്ടികളെ ഇന്നത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് വെച്ചാൽ അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. സിലബസ് മാത്രമല്ല, സിലബസ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ തിങ്സ്. അതിൻ്റെ പെഡഗോഗി മാറണം, അതിനെ നമ്മൾ ഡീൽ ചെയ്യുന്ന രീതികൾ മാറണം, ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മാറേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ മാറണം, നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു, എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളത് മാറണം. ദർ ഷുഡ് ബി എ ലോട്ട് ഓഫ് ചേഞ്ചസ്.
ഞാൻ അവസാനം നമുക്ക് ഏകദേശം ഒരു എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് കുറച്ച് നിങ്ങൾ പോഡ്കാസ്റ്റുകൾ കേൾക്കാറുണ്ട്. പൊതുവേ ഞങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഞങ്ങൾ തുടങ്ങിയത് കേൾക്കാൻ. നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ പൊതുവേ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആളാണ്? ഞാൻ അങ്ങനെ വെറുതെ ഇരുന്ന് എന്തെങ്കിലും കേൾക്കുന്ന ഒരാളാണ്. ഞാൻ യൂട്യൂബിൽ കുറെ വീഡിയോ ചെയ്യെങ്കിലും ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അധികം കേൾക്കാത്ത മാത്രമേ ഉള്ളൂ, സ്വീകരിക്കലില്ല എന്നല്ല. അതായത് ഇപ്പോ അങ്ങനെ പോകുമ്പോ ഇന്നൊരു സാധനം ചെയ്യാം എന്നുള്ളൊന്നും അങ്ങനൊന്നും ഞാൻ കേൾക്കലില്ല. അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ കേൾക്കാം എന്നല്ല. എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന ചില വിഷയങ്ങൾ സ്പെസിഫിക്കലി എടുത്ത് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, പോഡ്കാസ്റ്റ് തന്നെ. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഹ്യൂബർമാൻ ലാബ്സ് ഞാൻ കേൾക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബിസിനസ് റിലേറ്റഡ് ചില സാധനങ്ങളൊക്കെ ഞാൻ കേൾക്കലുണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഒക്കേഷണലി എന്ത് ചെയ്യാറുണ്ട് ഞാൻ കേൾക്കാം. പക്ഷെ എൻ്റെ ഒരു കുറച്ചുകൂടി എനിക്ക് കേൾക്കുന്നതിനും കാണുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം വായിക്കുന്നതാണ്. എൻ്റെ ആസ് എ പേഴ്സൺ ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് ഒരു പുസ്തകം വായിക്കുക എന്നുള്ളത് എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് പേഴ്സണലി എന്താ തോന്നുന്നത്, ഫ്യൂച്ചറിലും റീഡിങ്ങിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടാവുമോ, അല്ലെങ്കിൽ കേൾക്കുകയും കാണുകയും ഈ റീഡിങ്ങിനത് മാറ്റിമറിക്കുമോ? ഇപ്പൊ ഇത്രയും കാലം കുറെയൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഓഡിയോ ബുക്സ് ഉണ്ട്, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സമ്മറൈസ് ചെയ്യാവുന്ന പോഡ്കാസ്റ്റുകൾ, വിച്ച് ഇസ് ഗുഡ് ആക്ച്വലി. ഞാൻ എൻ്റെ ഒരു പ്രിഫറൻസ് പറഞ്ഞു, റീഡിങ്ങിന് എന്തെങ്കിലും ഇതിനേക്കാളും ഭയങ്കര ഒരു മഹത്വം ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു വാദമൊന്നും എനിക്കില്ല. ഡെഫിനറ്റ്ലി ഒരുപാട് പോഡ്കാസ്റ്റിന് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി കൺസൈസ് ആയിട്ട്, കുറച്ചും കൂടി ടൈം, ഒരു കാഴ്ചയുടെ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി കൺസൈസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു പുസ്തകം വായിച്ച് നമ്മളിങ്ങനെ ഒരു ചാപ്റ്ററൊക്കെ വായിച്ച് വരുമ്പോഴേക്കും ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. പക്ഷെ ഞാൻ കുറച്ചും കൂടി സ്പീഡിൽ റീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് അങ്ങനെ തോട്ട് കൊടുക്കുന്ന ഒരാളാണ്. അതായത് ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വീഡിയോ ഈസ് ലൈക്ക് എ ഫ്ലോ ഓഫ് ഐഡിയാസ്. ഈ ഫ്ലോ ഓഫ് ഐഡിയാസിൻ്റെ ഇടയിൽ നമുക്ക് പലപ്പോഴും ആലോചിക്കാൻ സമയം കിട്ടൂല. കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ കേട്ട് പോകുന്നല്ലാതെ അതിലുള്ള ഏതെങ്കിലും ഒരു ഐഡിയനെ കുറിച്ച് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കില്ല. വായന അങ്ങനെയല്ല. ലൈക്ക് ഇറ്റ്സ് ഇൻ അവർ കൺട്രോൾ. നമ്മളെ കൺട്രോളിലാകുമ്പോൾ നമുക്കൊന്ന് ഇടക്ക് പോസ് ചെയ്ത് നമ്മൾ വായിച്ച സാധനത്തെ കുറിച്ച് നമ്മളൊന്ന് തിങ്ക് ചെയ്യുക. അങ്ങനത്തെ ഒരു പ്രോസസ്സ് മേ ബി അതുകൊണ്ടായിരിക്കും എനിക്ക് എന്താ പറയുക, ഞാൻ എപ്പോഴും കുറച്ചൊരു എൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെ കൺട്രോൾ വേണമെന്ന് തോന്നുന്ന അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ടായിരിക്കും മേ ബി എനിക്ക് തോന്നുന്നത് ഞാൻ വായനയെ കുറച്ചും കൂടി. രണ്ട് തരത്തിൽ ആൾക്കാരുണ്ടെന്ന് പറയാം. ഇപ്പോൾ ഇങ്ങനെ വായിക്കുന്ന, ഇന്നിപ്പോൾ എല്ലാ ഏരിയകളിലും നമുക്ക് അറിവ് വേണ്ട. അതായത് ഇപ്പോൾ ഇങ്ങനെയും പറയും, ഒരു ഏരിയയിൽ നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആവണ്ട, കുറച്ച് അറിവ് എല്ലാ ഏരിയകളിലും മതി. അതായത് അത് എങ്ങനെയാണ്, അത് ഇപ്പോൾ ഇന്റർഡിസിപ്ലിൻ. ഞാൻ ഇപ്പോൾ വെസ്റ്റേഷൻ പഠിക്കുമ്പോൾ വെസ്റ്റേഷൻ മാത്രം അറിഞ്ഞാൽ പോരാ, എനിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. ആ റീജിയനിൽ എന്തൊക്കെ നടക്കുന്നത് മാത്രമല്ല, ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പറയണം. അതേപോലെ സ്കില്ല്, ലാംഗ്വേജ് നിർബന്ധമായിട്ടും ഞാൻ. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടാകുന്നതാണോ, അതല്ല ഫോക്കസ്ഡ് ആയിട്ട് ഒരൊറ്റ ഏരിയയിൽ നമ്മൾ നിലനിൽക്കുന്നതാണോ ഏറ്റവും നല്ലത്? രണ്ടും നല്ലതാണ്. അതായത് ഒരു ജനറലിസ്റ്റ് ആവുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. പല കാര്യങ്ങളെ കുറിച്ച് അറിവുള്ള, പല കാര്യങ്ങൾ ഇന്റർഡിസിപ്ലിനറി ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് ഹെൽപ്പ് ചെയ്യുക. ഒരുപാട് ഏരിയകളിൽ നമ്മൾ അറിവുണ്ടാവുക എന്ന് പറയുന്നത് കൺഫ്യൂഷൻ അല്ലേ ക്രിയേറ്റ് ചെയ്യാം? നെസസറിലി ആയിക്കോണമെന്നില്ല. ഇപ്പോൾ ഗൂഗിളിൽ ഇപ്പോൾ നിങ്ങൾ ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കിയാൽ ലിംഗ്വിസ്റ്റിക്സ് കഴിഞ്ഞ ആൾക്കാരെ ഗൂഗിളിൽ ആവശ്യമുണ്ട്. ലിംഗ്വിസ്റ്റിക് മീൻസ് ലാംഗ്വേജ് അല്ല, ലാംഗ്വേജിന്റെ സയൻസ് ആണല്ലോ ബേസിക്കലി ലിംഗ്വിസ്റ്റിക്സ്. എന്തിനാണ് ലാംഗ്വേജിന്റെ സയൻസ് അറിയുന്ന ആളുകൾ എന്തിനായിരിക്കും ഗൂഗിൾ പോലത്തെ ഒരു കമ്പനീസ്, ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഹയർ ചെയ്യുന്നത്? അവരുടെ ഡാറ്റ അല്ലെങ്കിൽ ഉപയോഗിക്കാനാണ്? അല്ല, ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ചെയ്യുന്ന വലിയൊരു പ്രോസസ്സ് എന്നുള്ളത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. ഇപ്പം ഞാൻ ഹായ് ഗൂഗിൾ എന്ന് പറയുന്നു, ഞാൻ ഹായ് ഗൂഗിൾ എന്ന് പറയുന്ന പോലെ ആയിരിക്കും ഒരു അമേരിക്കക്കാരൻ ഹായ് ഗൂഗിൾ എന്ന് പറയാം. ഈവൻ പ്രൊനൗൺസിയേഷൻ വിൽ ബി ഡിഫറെൻറ്റ്. നമ്മൾ ചോദിക്കുന്ന രീതിയിലായിരിക്കൂല എന്താ ചെയ്യുക അപ്പുറത്തുള്ള ഒരാൾ ലൈക്ക് ഇത് ചോദിക്കുക. അപ്പോൾ ഈവൻ ജനറേഷൻ വൈസ്, ഇപ്പം ഞാൻ ഇന്നലെ എൻ്റെ മോന് ഗൂഗിൾ ജെമിനി ഇപ്പം ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് 6 വയസ്സായിട്ടുള്ളൂ. അപ്പം ഗൂഗിൾ ജെമിനി ഇൻസ്റ്റാൾ ചെയ്തു. ഗൂഗിൾ ജെമിനി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാനിങ്ങനെ നോക്കിയതാണ് എന്താ ചെയ്യണത്. അപ്പോൾ ഗൂഗിൾ ജെമിനി ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദിസ് തിങ് എന്ന്. വീഡിയോ ഓൺ ആക്കി അവൻ വോയിസിലൂടെ ചോദിക്കുകയാണ്. ഞാനൊരിക്കലും ഗൂഗിൾ ജെമിനി എടുത്തിട്ട് വീഡിയോ ഓൺ ആക്കി ചോദിക്കൂല. അല്ലെങ്കിൽ ഞാനും നിങ്ങളോ ചോദിക്കുന്നതായിരിക്കും. നമ്മളൊരു ലാർജ് ലാംഗ്വേജ് മോഡലിനോട് നമ്മൾ സംവേദിക്കുന്നത് നമ്മൾ ടെക്സ്റ്റുകളിലൂടെയാണ്. അവൻ്റെ ജനറേഷൻ ടെക്സ്റ്റുകളിലൂടെയല്ല, റൈറ്റ്? അപ്പോൾ ഇവിടെ ട്രൈ ചെയ്യാറില്ല പൊതുവെ, വോയിസും വീഡിയോ ഒന്നും ട്രൈ ചെയ്യാം. നമ്മൾ അങ്ങനെ ഞാനങ്ങനെ ട്രൈ ചെയ്യില്ല കേട്ടോ. ഞാനങ്ങനെ ട്രൈ ചെയ്യില്ല. എനിക്കറിയില്ല നിങ്ങളെ കാര്യം. ഞാൻ മനസ്സിലാക്കണം, നമ്മളെ ഒരു ജനറേഷൻ നിങ്ങളുടെ ജനറേഷൻ ഒന്നും അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ടെക്സ്റ്റിലൂടെ ആയിരിക്കും നമ്മൾ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ജനറേഷൻ വരാൻ പോകുന്ന അങ്ങനെ അല്ല എന്നാണ് എനിക്ക് അവനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്.
ഞാൻ നിങ്ങളോട് ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു, അവൻ വോയിസിലൂടെ സംസാരിക്കുന്നു. ആ വോയിസിലൂടെ സംസാരിക്കുന്നത് ഒരു കുട്ടിയാണെങ്കിലും അഡൽട്ട് ആണെങ്കിലും മനസ്സിലാവാനുള്ള ബുദ്ധി ആർക്ക് വേണം? ഈ മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിന് വേണം. അത് ഇനി അവൻ്റെ സംസാരിക്കുമ്പോൾ അവൻ്റെ ഒരു ആക്സെൻ്റ് അല്ല ഒരിക്കലും ഒരു ഇംഗ്ലീഷുകാരനോ അല്ലെങ്കിൽ ഒരു US കാരനോ ഉണ്ടാവുക. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. സോ ദർ ഈസ് സം, എന്താ പറയുക, ഒരു AI എഞ്ചിനീയർ, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർക്ക് മാത്രം അങ്ങനെ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർക്ക് കുറച്ച് ലിംഗ്വിസ്റ്റിക്സ് അറിയണം. തിരിച്ചപ്പുറത്ത് അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ലിംഗ്വിസ്റ്റിക്സ് എക്സ്പേർട്ട് എന്ത് വേണം? അപ്പുറത്ത് ചെയ്യണം. അയാൾക്ക് ഈ ലിംഗ്വിസ്റ്റിക്സ് മാത്രം പഠിച്ചിരുന്ന അയാൾക്ക് ഇത് ബിൽഡ് ചെയ്യാൻ പറ്റുമോ? അയാൾക്ക് കുറച്ച് മെഷീൻ ലേണിംഗ് അറിയണം അല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്പെസിഫിക് ഏരിയയിൽ സ്കിൽഡ് ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദാറ്റ്സ് വെരി ഗുഡ്. അതോടൊപ്പം വളരെ പ്രധാനമാണ് എന്ത്, ആ സ്പെസിഫിക് ഏരിയയിൽ സ്കിൽഡ് ആവുന്നതിൻ്റെ കൂടെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് വി ക്യാൻ. കാരണം പണ്ടത്തെ പോലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റിന് ഒറ്റയ്ക്ക് എന്തെങ്കിലും കാര്യം ചെയ്ത് കണ്ടുപിടിക്കാവുന്ന ഒരു ഇൻവെൻഷൻസ് ചെയ്യാവുന്ന ഒരു വേൾഡ് ഓർഡർ അല്ല എന്നുള്ളത്. വി നീഡ് ബിഗ് ടീംസ് ടു ഡെലിവർ. നമുക്ക് ക്രോസ് കൺട്രി, ക്രോസ് കൾച്ചറലായിട്ടുള്ള ഒരുപാട് ടീംസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡൊമൈൻ എക്സ്പെർട്ടീസ് ഉള്ള ആളുകളുടെ ടീംസ് വേണം. ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്താൽ ഇന്നത്തെ കാര്യത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ലിറ്റിൽ ബിറ്റ് ഓഫ് നോളജ് അബൌട്ട് ഡിഫറെൻറ്റ് തിങ്സ് ഹെൽപ്സ് എന്നുള്ളതാണ്. ഫൗണ്ടർ എന്നുള്ള നിലക്ക് ഇങ്ങനെ 2 അപ്രോച്ചുകൾ സ്വീകരിക്കാമല്ലോ. ഇപ്പോൾ ചില ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോലും അവരെ ഫൗണ്ടിങ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാർട്ടപ്പിലൊക്കെ സ്വീകരിച്ചൊരു നയം, അവർ ഒന്നും പുറത്ത് വിടൂല, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടൂല. ഇപ്പോൾ പൊതുവെ പുറത്ത് നടക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളിലൊക്കെ എൻഗേജ് ചെയ്യാതെ തന്നെ അവരുടെ ഫൗണ്ടിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഫെററോ എന്ന് പറയുന്ന കമ്പനി, ഫെററോ റോഷർ, അതേപോലെ ന്യൂട്ടല്ല, അതേപോലെ കിൻഡർ ജോയ്, ഇതൊക്കെ ഫൗണ്ട് ചെയ്തത് അവരാണ്. അവരുടെ ഒരു ഫൗണ്ടറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ലോകത്തോട് സംവദിച്ചിട്ടേ അല്ല. അവരുടെ ഈ 70 വർഷത്തെ ജീവിതത്തിൽ മരിച്ചു. ഇപ്പോൾ 70 വർഷത്തെ ജീവിതത്തിനിടയിൽ പുറം ലോകമായിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല, സ്റ്റേറ്റ്മെന്റുകളായിട്ടോ. അവരവരുടെ ബിൽഡിങ്ങിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തത്. വേറൊരു തരത്തിലുള്ള പ്രതിബദ്ധത അവർ കാണിക്കേണ്ടി വന്നിട്ട്, കാരണം അത് അയാളുടെ പാഷനാണ്. ഇത് ബിൽഡ് ചെയ്യുക, പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ അത് സക്സസ്ഫുൾ ആണ്. ലോകത്തെ ഏറ്റവും വലിയൊരു സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു അപ്രോച്ചാണ്. രണ്ടാമതൊരു അപ്രോച്ച്, നമുക്ക് എല്ലാ തരത്തിലുള്ള ഈ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്തുകൊണ്ട് നമ്മളൊന്നും കൂടി സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടും ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് അപ്രോച്ച് ഒന്നും കൂടി ഇത് ബിൽഡ് ചെയ്യുന്നിടത്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അതല്ല എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഞാൻ കൂടുതൽ കാണുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അതാണ് ശരിയെന്നുള്ളത് എനിക്കറിയില്ല. അതാണോ ശരി എന്നുള്ളത് ഈ പറഞ്ഞ പോലെ എനിക്കറിയില്ല. പക്ഷെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പൊതുവെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാവാറുള്ളത്. അത് ഞാനിപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഞാൻ എല്ലാ കാര്യങ്ങളും കയറി ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അഭിപ്രായം ഉണ്ട്. ഞാൻ കുറെ വായിക്കുന്ന ഒരാളായതുകൊണ്ട് കുറെ കാര്യങ്ങളിലൊക്കെ എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അഭിപ്രായം പറയില്ല. പബ്ലിക് സ്പേസിൽ അഭിപ്രായം പറയണ്ട. പബ്ലിക് സ്പേസിൽ അഭിപ്രായം പറഞ്ഞു കൊള്ളണം നിർബന്ധമൊന്നുമില്ല. എന്നാലും ചില കാര്യങ്ങളിൽ ചിലപ്പോൾ പബ്ലിക് സ്പേസിൽ അഭിപ്രായം പറയാറുമുണ്ട്. അതൊരു ഡിസ്ക്രിഷണറി ഇതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുക എന്നുള്ളത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗം കൂടിയാണ്. എൻ്റെ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ അതിനെന്ത് ചെയ്യുന്നത് കാണുന്നത്. കാരണം അതിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇപ്പോൾ ഇന്നലെ ഈ കീമിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഇന്നലെ ഹിന്ദുവിന്റെ ഫസ്റ്റ് പേജിൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചു, നമ്മൾ വായിക്കുന്നൊരു പത്രം, എത്രയോ കാലമായിട്ട് വായിക്കുന്നൊരു പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ എൻ്റെ പേര് അച്ചടിച്ച് വരുന്നു എന്നുള്ളത് എന്താണ്, അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ തിങ്സ് എന്താണ്, ഇറ്റ് ഫീൽസ് വെരി പ്രൗഡ്. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എന്താണ്, അത് നമ്മൾ പല കാര്യങ്ങളും വോക്കലായതുകൊണ്ട് വരുന്നൊരു സംഭവമാണ്. അല്ലാതെ ആരും ഇങ്ങോട്ട് എൻ്റെ അഭിപ്രായം ചോദിച്ചു വരാൻ പോകുന്നില്ല. ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുമ്പോൾ എഡ്യൂക്കേഷനിൽ എപ്പോഴും ആളുകളെ ട്രസ്റ്റ് ചെയ്യുക, ബ്രാൻഡുകളെക്കാളും. X&Y എന്നുള്ളതിനപ്പുറം അജ്മലിനെയാണ് ആൾക്കാർ കാണുന്നത്. അപ്പം അജ്മൽ വിസിബിൾ ആവുക എന്നുള്ളത് എന്താണ്, അവിടെ പ്രധാനമാണ്. അത് ആസ് എ കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴും പ്രധാനമാണ്. അവിടെ എനിക്കൊരു ചോയ്സ് ഇല്ല ശരിക്കും. അവിടെ ഞാനവിടെ വോക്കലായേ പറ്റുള്ളൂ. ഇതിൽ ഒരുപാട് ഇപ്പോൾ ഒരു 1.5 മണിക്കൂറായി തോന്നുന്നുണ്ട്. നമ്മൾ ഒരുപാട് വിഷയങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടോ? പൊതുവേ എങ്ങനെയാണ് പോഡ്കാസ്റ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ നോക്കി ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരുപാട് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് വരൂല. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് സാധനങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മിഡ്വേ വന്നത് നമ്മൾ ചോദിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് എന്തായാലും ഇനിയൊരു പക്ഷേ ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു ഡിസ്കഷൻ ഒന്നും കൂടി ആവാവുന്നതാണ്. ഒരുപാട് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഏരിയകൾ നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു പക്ഷേ സമയം നമുക്ക് അനുവദിക്കുകയാണെങ്കിൽ വേറൊരു എപ്പിസോഡിൽ നമുക്ക് ഒരു വിഷയത്തിന് മാത്രം ഡീപ്പായിട്ട് പോകണം എന്നൊക്കെ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ അതെന്തായാലും നിങ്ങളെ ലേണിംഗ് സംരംഭം ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഉഷാറായിട്ട് മുമ്പോട്ട് പോട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ഒരു 4 ആൾ കൂടിയിട്ടുള്ളൊരു പ്രവർത്തനം മാത്രമല്ല, ഇതിലൊരു വലിയ ടീമുണ്ട്.
ഞങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും ഇതേപോലെ ടീമിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അർത്ഥത്തിൽ ഞങ്ങളിത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഓരോരുത്തരെ നോക്കി ലേൺ ചെയ്ത് ഇപ്പോൾ ഒരു പക്ഷേ ഞങ്ങൾ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് നിങ്ങളെ പെർസ്പെക്റ്റീവ് കിട്ടുക എന്നുള്ളത് പേഴ്സണലി ഭയങ്കര ആവശ്യമാണ് ഓരോരുത്തർക്കും. അപ്പോൾ അതും കൂടിയാണ് ഇതിലൂടെ നടക്കപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് എന്തായാലും എല്ലാ തരത്തിലും ഹൈറാവട്ടെ. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.